വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ, നന്മയെങ്ങും വിതയ്ക്കുവാൻ, നന്മയെങ്ങും വിതയ്ക്കുവാൻ, പ്രത്യാശതൻ പ്രഭാരശ്മി ഹൃദയങ്ങളിൽ തെളിയിക്കുവാൻ, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ. ശാന്തി തന്നെ നിശ്ചല നിർമ്മല നീരാഴി, കാന്ത ഹൃദയങ്ങൾക്ക് ആശ്വാസധാരണി, കരളിന്റെ കരളിലെ കരുണതൻ കിരണങ്ങൾ ഉതിരുമ്പോൾ അറിയുന്നു നിൻ ഗാന നിർജ്ജരി, കൃപാവരം ചൊരിയണമേ, കൃപാവരം ചൊരിയണമേ, വിജ്ഞാനത്തിൻ ഉറവിടമേ, സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. എന്തൊരു പളവളപ്പ്, ബെസ്റ്റ് കളറാ, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞതുപോലെ. ഷാനിയുടെ സാരിയെ പറ്റി നമുക്ക് പിന്നെ ആയാലും അഭിപ്രായം പറയാം. താൻ ഇങ്ങോട്ട് പാടോ. സോറി മാഡം, അടിപൊളി സാരി. അല്ല മാഡം, ആ ശാലിനി ഓരോ ദിവസം ഓരോ കളർ സാരി, അതിനനുസരിച്ച പൊട്ട്, അതിനനുസരിച്ച ഇയർ റിംഗ്സ് ഒക്കെ ഇട്ട് വന്ന് മുന്നിൽ നിന്ന് കണ്ണുകൊണ്ട് ചോദിക്കാതെ ഒരു ചോദ്യമുണ്ട്, ഇന്ന് ഞാൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി. നയനാനന്ദകരമായ പല കാഴ്ചകളും അവള് സമ്മാനിക്കും. പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോ സാഹിത്യമൊക്കെ വായിൽ ഒഴുകി ഇറങ്ങാല്ലേ. ഒരു സത്യം പറഞ്ഞ മുഖസ്തുതിയാൻ തോന്നരുത്. തോമാച്ച സത്യമൊക്കെ പറയോ? അത് പിന്നെ ഗതി കേട്ടാൽ ഏത് പോലെയും സത്യം പറഞ്ഞു പോകും. എന്റെ മാഡം, ആ ശാലിനി, ശോഭനെ, സുഭദ്രയും ഒക്കെ ഫാഷൻ പരേഡ് പോലെ അണിഞ്ഞൊരുങ്ങുമെന്നല്ലാതെ റോസ്ലി മാഡത്തിന്റെ അയൽവക്കത്ത് വരില്ല. സിമ്പിളായി വേഷം ധരിച്ചു വരുന്ന ഈ സൂപ്രണ്ടിന്റെ അല്ലയോ സൗന്ദര്യം. അതല്ലെങ്കിൽ ഈ മാട്ടിറച്ചിയൊക്കെ കഴിച്ചിട്ട് വരുന്ന അച്ചായത്തി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലയോ. വെറുതെ ദഹനക്കേട് ഉണ്ടാക്കല്ലേ തോമാച്ച. വീട്ടിലൊരെണ്ണം ഉണ്ടല്ലോ, സാറാമ്മ, അവളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? അത് നമുക്ക് സ്വന്തമില്ലേ. സ്വന്തം ഭാര്യയെ പ്രോത്സാഹിപ്പിക്കണം വല്ലപ്പോഴുമെങ്കിലും. ഇല്ലെങ്കിലേ നാട്ടുകാര് കയറി പ്രോത്സാഹിപ്പിക്കും. തോമാച്ചനെ പോലെ തോമാച്ചൻ മാത്രമല്ല ഉള്ളത് കേട്ടോ. എടോ, പുതിയ ചീഫ് എഞ്ചിനീയറിന് ചാർജ് എടുക്കുക. ശങ്കര തമ്പി സാറോ? അതെ. എന്റെ ഈശോയെ ചതിച്ചോ? അതെങ്ങനെ ചതിയാവുക? ഇനി ആരുടെ ഒരു ഉടായ്പും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ സ്ത്രീകളുടെ സൗന്ദര്യവർണ്ണന നിർത്തി ജോലി ചെയ്യേണ്ടി വരുമെന്ന്. എടോ, നമ്മൾ വല്ല സ്വീകരണം അറേഞ്ച് ചെയ്യണോ? ഒരു ബൊക്കയെ കുറിച്ച്
കൊടുത്ത് സ്വീകരിച്ചാലോ? നമ്മുടെ സുധർമ്മയെ കൊണ്ട് കൊടുപ്പിക്കാം. അവളൊന്ന് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വെടിക്കെട്ട് സ്റ്റൈലല്ലേ വന്നിരിക്കുന്നത്. വെടുക്കം നടത്തുന്ന കാര്യമല്ല പറഞ്ഞത്. അല്ല മാഡം, ഈ ബൊക്കെ പോലെ തന്നെ നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് കൊടുക്കുന്ന ആളിനെങ്കിലേ അത് വാങ്ങുന്ന ആളിനും ഒരു ഉൾപ്പുളകമൊക്കെ ഉണ്ടാകും. അതുവഴി സൂപ്രണ്ടിനോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ തോന്നുകയും ചെയ്യും. ഈ 52-ാം വയസ്സിൽ എന്നോട് താല്പര്യം ഉണ്ടാക്കാനല്ല ബൊക്കെയോ കൊടുക്കുന്നത്. 52 എന്ന് പറയരുത്, ഞാൻ സമ്മതിക്കത്തില്ല. 40 മുകളിൽ ഞാൻ സമ്മതിക്കത്തില്ല. 40 ഈസ് നോട്ടി എന്നല്ലേ. എന്റെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? കേണൽ ഐസക് തോമസ്. തന്നെ പോലെ 4.25 അടി പൊക്കത്തി ചോർത്തവളെ പോലെ ഇരിക്കുകയല്ല. ദേ, കൊച്ചു പെമ്പിള്ളാരെ ഇക്കിളിയാക്കി രസിക്കുന്നത് പോലെ എനിക്കിട്ട് ഇക്കിളിയിടരുത്, കൈ കഴിക്കും. ചീഫ് എഞ്ചിനീയറായി ചാർജ് എടുക്കുന്ന ശങ്കരൻ തമ്പി സാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ പറ്റി പറയാൻ ഓരോരുത്തർക്കും 1000 കഥകളില്ല. അഴിമതിയുടെ കറപുരളാത്ത, ആരുടെ മുന്നിൽ തലകുനിക്കാത്ത, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് അനുവദിക്കാത്തയാള്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം വരരുതെന്ന് ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു. ഇപ്പൊ കോടതി ഉത്തരവ് വായിക്കൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റിലേക്ക് എത്തുന്നത്. അത് ശരി. അങ്ങനെ ഒരാൾ ആദ്യമായി ഓഫീസിലേക്ക് വരുമ്പോ നമ്മൾ സഹപ്രവർത്തകർ കാണിക്കേണ്ട മാന്യത കാണിക്കണം. അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടോ സുഖിപ്പിക്കുന്നതായിട്ടോ തോന്നാൻ പാടില്ല കേട്ടോ. നമ്മുടെ യൂണിയൻ നേതാവ് അശോകനെ വിളിച്ചൊന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു? അശോകനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ഞാൻ. അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്നും പറഞ്ഞു. കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു പൈസ പോലും തൊടാതെ അങ്ങ് അക്കൗണ്ടിലേക്ക് പോകുമായിരുന്നു. സുഭിക്ഷമായി കിട്ടുന്ന കിമ്പളം കൊണ്ട് 30 ദിവസവും വെള്ളമടി ഉൾപ്പെടെ മാന്യമായി ജീവിച്ചു പോകുന്നതാ. ഇനി അതൊക്കെ എങ്ങനായി തീരുവോ എന്തോ. തോമാച്ചായ, കഥയിലെ രാജകുമാരി ഇന്നലെ കണ്ടായിരുന്നോ? വീട്ടിൽ ആ സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. ആ കഥയൊന്ന് പറഞ്ഞു തരണേ. സർക്കാർ ഓഫീസിൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതിനിടയില അവിടെ രാജകുമാരി. 2009 മുതലുള്ള ഫയലുകൾക്ക് വേണ്ടി ആവശ്യക്കാർ കയറി ഇറങ്ങുക വിവരാവകാശ നിയമപ്രകാരമേ. അതെ, മുഖ്യമന്ത്രി ജനസമ്പർക്കത്തിൽ തീർത്തോളും. അതിവേഗം ബഹുദൂരം. ഒരു കുമസന്റെ പണി ചെയ്യാൻ മുഖ്യമന്ത്രി ഉള്ളപ്പോ നമ്മളിങ്ങനെ ഐഡിയ ചാർജിങ്ങിന്റെ കഥയും പറഞ്ഞ് അതിന് ഐഡിയ മെസ്സേജും ഒക്കെ അയച്ച് സസുഖ ജീവിച്ചു പോയാ മതിയേ. അയ്യോ, ഇതാര്? നമസ്കാരം. സൂപ്രണ്ട് അത്യാവശ്യം വിളിച്ചുകൊണ്ടാ വന്നത്. 100 കൂട്ടം ജോലി തിരക്കിടയിലാണ് ഞാൻ. അശോക് ഓഫീസിലെ ക്ലാർക്കല്ലേ? തസ്തികതാണെങ്കിലും ജോലി യൂണിയൻ പ്രവർത്തനമാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. അതെ, കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, പിന്നെ അത്യാവശ്യക്കാർക്ക് കുറച്ച് മണലും ചരലും എത്തിച്ചു കൊടുക്കുക തുടങ്ങി സർവ്വ 2-ാം നമ്പർ പണിയും ചെയ്യും. ദോഷം പറയരുത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ ഒന്ന് ഒപ്പിട്ടിട്ട് പോന്നില്ലേ? സൂപ്രണ്ട് എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ടോ? അദ്ദേഹം ഇന്ന് ചാർജ് എടുക്കുന്നു, ശങ്കരൻ തമ്പി സാറ്. ആ വിവരം അശോകനെ അറിയിച്ചില്ലെന്ന് പരാതി പറയരുതല്ലോ എന്ന് കരുതി. പ്രമോഷൻ കിട്ടിയപ്പോ വടക്കിന്ത്യയിൽ ഏതൊക്കെയോ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുകയാണെന്നാ കേട്ടത്. അല്ല, സൂപ്രണ്ടിന് ഇവർ ആരാ പറഞ്ഞത്? അദ്ദേഹം തന്നെ ഇന്നലെ മിനിസ്റ്ററെ കണ്ടിരുന്നു എന്നും പറഞ്ഞു. ഇനി ഓഫീസ് ഒരു ചീഫ് എഞ്ചിനീയറുടെ ഓഫീസായി പ്രവർത്തിക്കേണ്ടി വരും അല്ലേ അശോക? IAS കൺവർ ചെയ്ത് കിട്ടുമെന്നൊക്കെയാ കേട്ടിരുന്നത്. പിന്നെ കിട്ടും. അവിടെ ഇനി എത്ര വർഷം ഇവിടെ സർവീസിലുണ്ടാകും? 1.5 കൊല്ലം. അപ്പൊ 1.5 കൊല്ലം നമ്മൾ സഹിക്കണം എന്നർത്ഥം. വിളിച്ചറിയിച്ച സ്ഥിതിക്ക് സ്വീകരണം അങ്ങനെ എന്തെങ്കിലും? അതൊന്നും വേണ്ട. അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല, വലിയ കുടുംബക്കാരനാ. ഈ ശങ്കരൻ തമ്പി എന്ന് പറയുമ്പോ വേലുത്തമ്പിയുടെ ആരായിട്ട് വരും? വേലുത്തമ്പിയുടെ ആരാണോ വേറാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, എല്ലാം ഭരിക്കാൻ വന്നാൽ ഈ അശോകൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. അശോകൻ, ഞാൻ പറഞ്ഞത് സൂപ്രണ്ട് സംഘടനാ പ്രവർത്തകന് അതിൻ്റെതായ മാന്യത കിട്ടണം. നേരത്തെ ഇവിടെ ഇരുന്ന കരുണാകരൻ സാർ അത് തന്നിട്ടുണ്ട്. ആ മര്യാദ തിരിച്ചും ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ പേര് നെയിം ബോർഡ് തയ്യാറാക്കിയില്ലേ? മോഹന്റെ കൈവശമുണ്ട്. എന്നാ ഇത് മാറ്റിയിട്ട് അതെടുത്ത് വെക്ക്. വന്ന് കയറുമ്പോ ഇത് കണ്ടിട്ട് ഗുരു പൊട്ടണ്ട. ആ മോഹൻ എവിടെ? യൂണിയൻ ലീഡർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മണൽ കടത്തും ഒക്കെയാണ് സൈഡ് ബിസിനസ് എങ്കിലേ പിയൂണ് മോഹന്റെ കല്യാണ ബ്രോക്കർ പണിയാ. അയ്യോ, ഞാനല്ല, സൂപ്പറിന്റെ വിളിക്കുന്നു. ഇനി നമ്മൾ വിളിച്ച അവന്റെ പത്രാവധി ചേർത്തില്ലെങ്കിലോ? ഈ ബോർഡ് എടുത്ത് മാറ്റി ശങ്കരൻ തമ്പി സാറിന്റെ പേരെഴുതിയ ബോർഡ് വെക്കണം. ഈ ബോർഡ് മാത്രം മാറ്റിയാ പോരല്ലോ മാഡം? ആഫീസ് മാറ്റാൻ നീ തീരുമാനിച്ചോ? അയ്യോ, ഞാനല്ലേ. പിന്നെ മന്ത്രി വിളിച്ചു പറഞ്ഞു. തമ്പി സാർ വിളിച്ചായിരുന്നു. നിന്നെ എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടിയെന്നറിയില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു? ഇരിക്കുന്ന കസേര മാറ്റണം, ടേബിൾ ക്ലോത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഓഫീസ് ഫർണിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ചില നടപടിക്രമങ്ങളില്ലേ? നമുക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാൻ നോക്കൂ. കസേരയും മറ്റ് സാമഗ്രികളും ഒക്കെ എത്തിക്കഴിഞ്ഞു. ചിലരങ്ങനെ ഇരിക്കാനുള്ള കസേര കൂടെ കൊണ്ട് നടക്കും. എങ്കിൽ ഇവിടെ നിന്ന് ഈ വാചോടി കേൾക്കാതെ അത് എടുത്തിടുക. തോമാച്ച സഹായിക്കും.
കരുണാകരൻ. 2 വർഷം ഇത് ഇവിടെ ഇരുന്നിട്ട് ഇതുവരെ വായിച്ചില്ലായിരുന്നോ? നീ പോയി പുതിയ കസേരയും ടേബിൾ കൊത്തോട്ട് വാ. തോമാച്ചാ, ഈ കസേരക്ക് എന്താണ് ഒരു കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തമ്പി സാർ ഇതിലിരുന്നാൽ എന്താ, ആസനത്തിൽ ചൊറി വരും. ഒരുപക്ഷെ ഇനി മൂപ്പർക്ക് മൂലക്കുരുവിന്റെ അസ്ഥിത വല്ലതും ഉണ്ടാവൂ. ഇല്ലെങ്കിൽ പോലും നമ്മളത് അങ്ങനെ ആക്കും. അശോകൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ ഭാഷ ഒട്ടും വശമില്ലാത്തവനാ ഞാൻ. ഈ കസേരയിൽ ഇതുവരെ ഇരുന്നത് ആരാ? കർണാടക സാറ്. അദ്ദേഹം എന്താ ജാതി? അയ്യേ, നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ അങ്ങനെ കാണുന്നു. കഴിഞ്ഞ 2 വർഷമായി ദളിതനായ കരുണാകരൻ സാർ ഇരുന്ന കസേര. ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ശങ്കരൻ തമ്പി. പ്രഭുത്വത്തിന്റെയും ജന്മിത്വത്തിന്റെയും ഒരിക്കൽ നാട്ടുരാജാക്കന്മാരായിരുന്നവരുടെയും പിന്മുറക്കാരൻ ശങ്കരൻ തമ്പി. പഴയ കസേരയിൽ ഇരുന്നാൽ പ്രശ്നമാ. അശോക, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത്യാവശ്യം മാന്യമായി ജീവിക്കുന്ന നമുക്ക് മുന്നിൽ തമ്പി ഇവിടെ ഇരുന്നാൽ 10 മണിക്ക് നമ്മൾ സീറ്റിലുണ്ടാവേണ്ടി വരും. 5 മണിക്ക് 1 മിനിറ്റ് മുമ്പ് പുറത്തിറങ്ങാനൊക്കെ ഇല്ല. കൈക്കോലിയും കൊണ്ട് ക്യൂ നിൽക്കുന്ന ഓഫീസിൽ 10 കാശ് വാങ്ങാനൊക്കെ ഇല്ല. എല്ലാ കണക്കൂട്ടലും തെറ്റാൻ മറ്റെന്തെങ്കിലും വേണോ? അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പണി കൊടുക്കുക. എന്ത് പണി? എന്തെങ്കിലും കുഴുത്തെറുപ്പ് പണിയായിരിക്കും. ആ കാര്യത്തിൽ എന്നെ ആരെങ്കിലും മാറ്റി നിർത്തുവോ? ഈ കസേര മാറ്റത്തിനും മേശവിരി മാറ്റത്തിനും നമ്മൾ ഒരു നിറം നൽകുന്നു, ജാതിയുടെ നിറം. ചാനലുകാരെ വിളിച്ചെന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടി എറിയാന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. സർക്കാർ ഓഫീസിൽ മൊബൈൽ നിരോധിച്ച കാര്യം ഇവരാരും അറിഞ്ഞിട്ടില്ലയോ? ഈ ഓഫീസിലുള്ള മുഴുവൻ സ്റ്റാഫിന്റെ തലേനെഴുത്ത് വരെ സാർ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ആരൊക്കെ വരാത്തതുണ്ടെന്ന് എന്നോട് ചോദിച്ചു. ആബ്സെന്റ് ആയുടെ പേരുകൾ പറഞ്ഞപ്പോ സുധാകരൻ മെഡിക്കൽ ലീവ് അല്ലേ, അയാൾക്ക് എങ്ങനുണ്ടെന്ന്. ഓഫീസിലിരുന്ന് മദ്യപിക്കുന്നവരെ പറ്റി, ഭക്ഷണത്തിന് മുമ്പ് ബാറിൽ പോകുന്നവരെ പറ്റി, ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് മയങ്ങുന്നവരെ പറ്റി. മാഡം, എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ? സാറിന്റെ അത് ഞരമ്പ് രോഗമായതുകൊണ്ട് ശ്രദ്ധയപ്പെട്ട് കാണുകയല്ല. ഞരമ്പ് രോഗം സൗന്ദര്യ ആരാധന പറയണ. അത്യാവശ്യം ഷുഗറും പ്രഷറും ഒക്കെ ആയില്ലേ സാറേ? ഇനിയൊന്ന് ഒതുങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതാ. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഓരോരുത്തർക്ക് 100 നാവാ. ഈ സൗന്ദര്യ ആരാധന എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാർക്ക് വല്ലതും അറിയാവോ? ഈ ഓഫീസിലുള്ള സകല പെണ്ണുങ്ങളും ആരാധിക്കാനുള്ള പ്രാപ്തി ഇയാൾക്കുണ്ടോ? ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒരാൾക്ക് ഇതിനപ്പുറം എങ്ങനെ മോശമാകാൻ ഒക്കും? അതെ, സൂപ്രണ്ടിനെ കേണലിനെ കണ്ട് കണ്ട് സാധാരണ പട്ടാളക്കാരെ ഒന്നും കണ്ടുപിടിക്കല്ലോ. അത് പോട്ടെ, ഈ ശങ്കരൻ തമ്പി സാർ എങ്ങനെ വർഗീയവാദിയാണോ? മാഡം, അതേ പറ്റി. Good morning, sir. 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 ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സൂപ്രണ്ട് റോസ്ലിൻ അല്ലേ? അതെ സർ. പുറത്ത് ഈ മാധ്യമ പ്രവർത്തകരുടെ 1-2 വണ്ടികള് ആര് വിളിച്ചു വരുത്തിയതാ? അറിയില്ല സാർ. ഒരുപക്ഷെ സാറ് കോടതി ഉത്തരവൊക്കെ സമ്പാദിച്ചു വന്നതിനാൽ സാറിന്റെ ചാർജ് എടുപ്പും ഒരു വാർത്തയാക്കണമെന്ന് അവർക്ക് തോന്നിക്കാണും. എന്നെ കൊണ്ട് എന്ത് വാർത്തക്കേടാവോ? 24 മണിക്കൂറും വാർത്തകൾ കുത്തി നിറയ്ക്കണ്ടേ? ആരെയും വെറുതെ വിടില്ല പറ്റുകള്.
അപ്പോ നല്ല നേരം നോക്കി സീറ്റിലിരിക്കാം അല്ലേ? ശരി സാർ. ശുദ്ധികലശമാണോ സർ? വേണമെങ്കിൽ അങ്ങനെയും കരുതാം. ഇപ്പൊ ഈ ഓഫീസ് മുറി ശുദ്ധികലശം ചെയ്യേണ്ട ആവശ്യം? ഈ ഇരിപ്പിടത്തിലേക്ക് പുതിയതൊരാൾ വന്നതല്ലേ ഉള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റ് ശുദ്ധികലശമായി ഇതിനെ കാണാമോ? കുട്ടി, ഞാനൊരു മതവിശ്വാസിയാണ്. ഉന്നതമായൊരു പോസ്റ്റിലേക്ക് എത്തിയപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്തു. അത് എന്റെ സ്വകാര്യതയാ. സാറിന് മുമ്പ് ഈ സീറ്റിരുന്ന കരുണാകരൻ സർ, അദ്ദേഹം ഒരു ദളിതനായതുകൊണ്ടാണോ ഈ ശുദ്ധികലശം? ജാതിയെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ഒരു പ്രകൃതി നിയമമാണ്. സസ്യങ്ങളിലും ജന്തുക്കളിലും ജാതിയില്ലേ, ഫലങ്ങളിലും ജാതിയില്ലേ, തുളസിച്ചെടി ജാതിയില്ലേ? എന്തിന് നമ്മുടെ തെങ്ങ് തന്നെ എത്ര ജാതിയുണ്ട്? ക്ഷമിക്കണം, എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലവുമല്ലത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എന്നെ വിളിച്ചോളൂ. താങ്ക് യു സർ. വെൽക്കം. കോടതി ഉത്തരവിലൂടെ PWD ചീഫ് എഞ്ചിനീയറായ അങ്ങയുടെ സ്ഥാനാരോഹണം ഒരു വാർത്തയാക്കണമെന്ന് ആഗ്രഹിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പെന്ന് ഖ്യാതിയുള്ള ഇവിടെ അതിന്റെ തലപ്പത്തെത്തുമ്പോൾ ആരും ദൈവത്തെ വിളിച്ചു പോകും. ഗംഗയിൽ നിന്ന് ശേഖരിച്ച ജലം വാരണാസിയിൽ പൂജിച്ചതാണ്. എന്റെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിനകത്ത് തളിച്ചതാണ്. നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ഒന്ന് വിളിക്കൂ. എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. നിലവിലുള്ള അവസ്ഥയെ പരിപൂർണമായും ഉടച്ചു വാർത്തു കളയാം എന്ന മിഥ്യാബോധമൊന്നും എനിക്കില്ല. എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം. ലോകം മാറുന്നതും കാലം മാറുന്നതും ആദ്യം അറിയേണ്ടവർ നമ്മളാണ്. മിസ്റ്റർ തോമസ് അല്ലേ? അതെ സർ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാം എന്ന് ആരും ധരിക്കരുത്. കൈക്കൂലി വാങ്ങരുത്, വാങ്ങിയാൽ പ്രശ്നമാണ്. അന്നന്ന് തീർപ്പാക്കേണ്ട ഫയലുകൾ അന്നന്ന് തന്നെ തീർപ്പാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ചങ്ങാതിയായിരിക്കും ഞാൻ. ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം പങ്കാളിത്തം ഇഷ്ടപ്പെടുന്ന ചങ്ങാതി. ഓരോരുത്തരെയും നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ജീവനക്കാരൻ. മിസ്റ്റർ അശോകൻ അല്ലേ? അതെ സർ. ഇനി ഓരോരുത്തർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് പോവാം. ഏഷ്യ വിഷൻ ചാനലില് ഒരു ന്യൂസ് സ്ക്രോൾ ചെയ്ത് വരുന്നു എന്ന് എന്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു. എന്ത് ന്യൂസ്? നമ്മുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന എന്തോ ഒന്ന്. സാറ് ചുമതല ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം. PWD ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി. പുതിയ ചീഫ് എഞ്ചിനീയർ ശങ്കരൻ തമ്പിയാണ് തനിക്ക് മുൻപ് ദളിതനായ കരുണാകരൻ ഇരുന്ന കസേര എടുത്തു മാറ്റുകയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശവിരിപ്പ് മാറ്റുകയും ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തത്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ സർവീസിന്റെ തലപ്പത്ത് ഇത്തരം ജാതിക്കോമരങ്ങൾ വിലസുന്നു എന്ന ഭയപ്പെടുത്തുന്ന വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക്. ഈ വാർത്ത അസംബന്ധമാണ്. അസംബന്ധം. നിങ്ങൾ ദൃക്സാക്ഷികളാണ്. എന്നെ ചതിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച വാർത്തയാണിത്. ആരാ ഇതിന്റെ പിന്നില്?
കണ്ണാടി. കൊല്ലം അസീസി അവതരിപ്പിക്കുന്ന പുതിയ നാടകം കണ്ണാടി. ജനാധിപത്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റാണ് മാധ്യമങ്ങൾ. മറ്റെല്ലാറ്റിലും പ്രതീക്ഷകൾ നഷ്ടമാകുമ്പോൾ ജനങ്ങളുടെ പക്ഷം ചേരേണ്ട, സത്യമറിയിക്കേണ്ട മാധ്യമങ്ങൾ ISRO ചാരക്കേസ് പോലുള്ള വാർത്തകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വ്യാപാരമാക്കി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ സൃഷ്ടിച്ചതിൻ്റെ അനവധി കഥകൾ സമൂഹത്തിന് മുന്നിലുണ്ട്. മാധ്യമ വിചാരണയാൽ ഉള്ളു പൊള്ളിയ നിരവധി പേരുള്ള ഈ നാട്ടിൽ ഞങ്ങൾ മാധ്യമങ്ങളെ വിചാരണ ചെയ്യുകയല്ല, മറിച്ച് മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഒരു കണ്ണാടി പിടിക്കുകയാണ്. കലാകാരൻ ചരിത്രം അറിഞ്ഞ് കാലത്തെ മുന്നോട്ട് നയിക്കേണ്ടവനാണ് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ രഥചക്രം മുന്നോട്ട് പായിക്കുന്നു. സ്വപ്നങ്ങളും സങ്കല്പങ്ങളും നിറച്ച ഒരു യാത്ര. കണ്ണാടി വെറും കാഴ്ചയുടേതല്ല, ദർശനത്തിൻ്റെതാണ്. കണ്ണാടി. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ രാജീവ് അലിങ്കൽ. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ. പാടിയത് ജോസ് സാഗർ, അഭിലാഷ് രാമ, അനിൽ മത്തായി, ശുഭ രഘുനാഥ്. റെക്കോർഡിംഗ് റെജി, ശ്രീരാഗ് ഡിജിറ്റൽസ്, കരുനാഗപ്പള്ളി. രംഗശില്പം ആർട്ടിസ്റ്റ് സുജാതൻ. നിർമ്മാണ നിർവഹണം ഫാദർ ആൽബർട്ട് കപ്പുച്ചിൻ. നാടക സംവിധാനം വക്കം ഷക്കീർ. സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം നടത്തി സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ച ശങ്കരൻ തമ്പിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ ശങ്കരൻ തമ്പിക്ക് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന ദളിതനായ ശ്രീ കരുണാകരൻ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യൻ, ഒരുപാട് പാരമ്പര്യങ്ങൾക്കൊക്കെ അവകാശിയായ ആള് ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ നാണക്കേട് തോന്നി. അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഇതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഇപ്പോൾ. എത്ര മാന്യമായ പ്രതികരണം! ഈ വിഷയത്തിൽ സാംസ്കാരിക കേരളം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ വിശ്വമംഗലം സുകുമാരൻ നായർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുകുമാരൻ നായർ. ഹലോ. നിങ്ങൾ എന്നെ സംസ്കാരമൊന്നും പഠിപ്പിക്കണ്ട. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് കേൾക്കണം സുഹൃത്തെ, എന്റെ ഫോൺ നിങ്ങൾക്ക് വിളിച്ച് ശല്യം ചെയ്യാനുള്ളതല്ല. സോറി. യെസ്. ഗുഡ് മോർണിംഗ് സർ. അശോകനോ ഇരിക്കേ. സാറിന്റെ ശുദ്ധികലശം ടിവിക്കാരും പത്രക്കാരും ഒരു ആഘോഷമാക്കിയിരിക്കുകയാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അശോകൻ? സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്കൊരു ചാനലോ പത്രമോ തുടങ്ങാൻ പറ്റുമോ? സത്യാവസ്ഥ എന്താണെന്ന് ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തണം സർ. എന്റെ വിശദീകരണം മേലധികാരികളെ അറിയിക്കാം എന്നതിനപ്പുറം മറ്റെന്താ? സാറിനെ ഞാൻ സഹായിക്കാം. എങ്ങനെ സഹായിക്കും? അന്നേ ദിവസം ഓഫീസിൽ നടന്നത് എന്തായിരുന്നെന്ന് ഒരു പത്രസമ്മേളനം വിളിച്ച് അശോകന് പറയാമോ? അത് പിന്നെ ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കാരെയും പിണക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകർക്ക് നല്ലൊരു ട്രീറ്റ് അറേഞ്ച് ചെയ്യാം. ഏതെങ്കിലും സ്റ്റാർ ഹോട്ടൽ. അടുത്ത നിമിഷം മുതൽ ഈ വാർത്ത അവസാനിപ്പിക്കും. എന്റെ ജീവിതത്തിലേക്ക് ചെളി തെറിപ്പിക്കുന്നതിന് വിരാമമിടാൻ ഞാൻ കള്ളു വാങ്ങിക്കൊടുത്തും പെണ്ണുകൂട്ടിക്കൊടുത്തും സന്തോഷിപ്പിക്കണം, അല്ലേ? അവരൊക്കെ നമ്മുടെ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തിനാ അശോക എന്നെ പോലൊരു സാധാരണക്കാരന് പത്രക്കാരുമായുള്ള ചങ്ങാത്തം? അന്വേഷണ വിധേയമായി സാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ അങ്ങനെ ഒരു നടപടി കൂടിയേ തീരൂ. ഞാനൊരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. നമുക്ക് ഒരുമിച്ച് മിനിസ്റ്ററെ കാണാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഹലോ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഈ പ്രായത്തിൽ നിന്റെ അച്ഛൻ പ്രസിദ്ധനാകുമെന്ന ജാതകത്തില് ഇപ്പൊ കുപ്രസിദ്ധിയായി പോയെന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാം. നീ ടൂർ കഴിഞ്ഞെത്തിയോ? ഓഫീസിലെത്തിയെന്നോ?
എങ്കിലൊന്ന് വേഗം പാടോ. ആനന്ദാ വന്നോട്ടെ. നിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ ഗേൾഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? ഗേൾഫ്രണ്ടോ? അപ്പൊ അവള് വരുന്നതിന്റെ ഭാഗമായി ഇനി താലപ്പൊലി വല്ലതും ഒരുക്കണോ? ഒന്ന് വേഗം പാടോ. ഇപ്പൊ എനിക്ക് നിന്റെ ചങ്ങാത്ത അത്യാവശ്യമാണ്. വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നതോ. ഓക്കെ മോനാ രാമു ടെക്നോ പാർക്കിലല്ലേ? അതെ, അവൻ അവിടെ ഒരു സ്പാനിഷ് കമ്പനിയുടെ CEO ആണ്. വിദേശ ടൂറിലായിരുന്നു ഇന്നെത്തിയെന്ന് സാറിനോട് ഞാൻ പറഞ്ഞത്. മന്ത്രിയെ കാണുന്ന കാര്യം അല്ലേ സർ? അതെ. ഒരു സംഘടനാ പ്രവർത്തന നിലയിൽ ഞാൻ അങ്ങയുടെ ഓഫീസിലുള്ളപ്പോൾ സഹായിച്ചില്ലെന്നൊരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. സാറിനെ പോലെ പരമ്പരാഗതമായി ജന്മകുടുംബത്തിൽ ജനിച്ച ഒരാള്. അശോക, അത് എന്റെ കുഴപ്പമല്ല. പുതിയ കാലത്ത് എന്തും വിലയ്ക്ക് വാങ്ങാം. പക്ഷെ മാതാപിതാക്കളെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ഞാനിവിടെ ജനിക്കണം, അശോകൻ ഇവിടെ ജനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. ഞാനിവിടെ ജനിച്ചുപോയി. അതുകൊണ്ട് ഞാൻ പറയുന്നതും ചെയ്യുന്നതൊക്കെ തെറ്റാവുന്നു. ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട വിശദീകരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജാതി ഒരു പ്രകൃതി നിയമമാണെന്ന് അല്ലേ? അതൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്, അല്ലാതെ എനിക്ക് മുമ്പ് ആ സീറ്റിൽ നിന്ന് ആളെ കുറിച്ച് പറഞ്ഞതല്ല. എന്റെ ജീവിതത്തിലെ ഈ മോശം നിമിഷങ്ങളിൽ സഹായ വാഗ്ദാനവുമായി വന്നതിന് നന്ദിയുണ്ട്. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണ്ട സാർ? അപ്പോ ഇറങ്ങല്ലേ? ശരി സാർ. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. തീർച്ചയായും. നകുലൻ നമ്പൂതിരി ചായ. ചായയുടെ പേരാണോ നകുലൻ നമ്പൂതിരി എന്ന്? അല്ല, അത് പിന്നെ ഞാൻ നകുലൻ നമ്പൂതിരി. നീ നകുലനാണെന്ന് എനിക്കറിയായിരുന്നോ? നകുലൻ നമ്പൂതിരി. എടാ, അതിങ്ങനെ ലേലം വിളിക്കുന്നത് പോലെ എപ്പോഴും പറഞ്ഞുറപ്പിക്കണോ? അടുക്കളപ്പണി ചെയ്യുകയും ചായ കൊണ്ട് തരുകയൊക്കെ ചെയ്യുമ്പോ ഞാൻ നമ്പൂതിരിയാന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയാ. നിരവധി ജാതികളും അതിലേറെ ഉപജാതികളുമൊക്കെയുള്ള ഇന്ത്യയിൽ മതേതരത്വം ഭരണഘടന നമുക്ക് നൽകുന്ന പ്രത്യേകമായ ഒരു പരിരക്ഷയാണ്. നീ ആരാ? നകുലൻ നമ്പൂതിരി. നകുലനാണോ സഹദേവനാണോ എന്നല്ല ചോദിച്ചത്. നീ എന്റെ ആരാ? വകയിലൊരളിയൻ. നിനക്കതിലെന്തോ സംശയമുള്ളത് പോലെ. നിങ്ങളുടെ കുടുംബത്ത് വന്ന് സംബന്ധം കൂടിയ നമ്പൂതിരിയായ എന്നെ അടുക്കളയെ നിർത്തിയതല്ല. ഇതപ്പോ നിന്നതാ നീ. ഒരു നേരം ഉരിയ ഉപ്പിന്റെ വക അകത്താക്കുന്നുണ്ട്. പക്ഷെ ശരീരത്തെ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലോ. കുഴപ്പം ഞങ്ങളുടെയാണോ? ദഹനക്കേട് വരും. അമിത ഭക്ഷണമായ ആർക്കും ദഹനക്കേട് വരും. ഇല്ലായ്മക്കാരനായ എന്നെ അല്ല, ഇല്ലക്കാരനായ എന്നെ. എടാ, നീലമനയില്ലാത്ത പുല്ലും പെഞ്ചാഴിയും പട്ടിയും നീയും ഒക്കെ ജനിച്ചു. ഇവന്റെ അച്ഛൻ പപ്പു തമ്പിയുടെ ചേട്ടൻ രാമൻ തമ്പിയുടെ മോളെ വിലാസിനിയെ നീ സംബന്ധം ചെയ്തു. പൂണൂല് കണ്ടോ പെണ്ണ് തന്നെന്നാ തമ്പി അദ്ദേഹം പറഞ്ഞത്. പൂണൂല് കണ്ടോ അരിഞ്ഞാണ ചരട് കണ്ടോ? അരഞ്ഞാണ ചരട് കണ്ടായിരുന്നു, പെണ്ണ് തരത്തേ ഇല്ലായിരുന്നു. നോക്കി അല്ല വേണ്ട. എന്നിട്ട് ആ വിലാസിനി ഇപ്പൊ എവിടെ ഉണ്ടടാ? ഡ്രൈവർ ഗോവിന്ദൻ നായരുടെ കൂടെ ഹാപ്പിയായി കഴിയുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? എടാ, ഇവനോടൊക്കെ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാ. നീ പോകാൻ വരട്ടെ. നിന്നോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എന്നെ മലത്തി അടിച്ചിട്ട് അവിടെ തുടങ്ങുന്ന നകുലൻ നമ്പൂതിരി. എന്തോന്ന് നമ്പൂതിരി? എടാ, ആണുങ്ങളായ ഭക്ഷണം കഴിക്കാൻ മാത്രം ഉത്തരവാദിത്തം കാണിച്ചാ പോരടാ. നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നു ആ വിലാസിനിക്ക്? അടുക്കള പണി മുഴുവൻ ഞാനല്ലായിരുന്നു. അടുക്കള പണി ചെയ്യാൻ എന്തിനാടാ ഒരു ഭർത്താവ്? പൂണൂലെ പിടിച്ചു വലിച്ചു കളിച്ചാ ജീവിതമാവോടാ. 8 മണി കഴിയുമ്പോ ഒരു ചെമ്പ് കഞ്ഞി കുടിക്കും. കൈ കഴുകുന്ന ശബ്ദവും കൂർക്കം വലിയും ഒരുമിച്ച് കേൾക്കാം. അവള് വന്ന് തട്ടി വിളിക്കുമ്പോഴേ രാപ്പനിയാണെന്ന് പറഞ്ഞ് പുതപ്പിനടിയിലേക്ക് കയറും. പാവം വിലാസിനി 14 വർഷം സഹിച്ചു. ഒരു വനവാസ കാലം. എന്നിട്ട് അവൾ ആണൊരുത്തന്റെ കൂടെ പോയി. അടുക്കള നീ ശേഷിച്ചു. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ 16 അടി യന്ത്രം ഉണ്ണാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. നീ എന്റെ 16 അടി യന്ത്രം ഒന്നും അല്ലടാ. എന്റെ ജാതകത്തിലുള്ള ആകെ ഒരു ഭാഗ്യം അത് മാത്രം. ശങ്കരൻ തമ്പി, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിളിച്ചു ചോദിക്കുക, എന്താ നിന്റെ തീരുമാനം? അമ്മയുടെ 16 അടി യന്ത്രം നടത്തുന്ന കാര്യമാണോ? അത് ചത്തോട്ട് തീരുമാനിച്ചാ പോരെ? ചായക്കപ്പ് എടുത്തോണ്ട് പോടാ. നകുലൻ നമ്പൂതിരി നിന്നോടാ പറഞ്ഞത് ചായക്കപ്പ് എടുത്തോണ്ട് പോവാൻ. പോടാ. നിരുവമ്മ വിളിച്ചിരുന്നു. അവള് കോമളനുമായി ഇങ്ങോട്ട് തിരിക്കുകയാണെന്ന്. ആങ്ങളക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അവക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ? അതൊന്നും അത്ര ഗൗരവമുള്ള കാര്യമല്ലമ്മേ. 2-3 ദിവസമായി TV തുറന്ന് ഇതാ പ്രധാന വാർത്ത.
അതിന് തക്ക തെറ്റ് നീ എന്താ ചെയ്തേ? എനിക്കറിയില്ല. സർക്കാർ ഉദ്യോഗം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടുള്ള കുടുംബമല്ല നമ്മുടേത്. ഭൂനിയമം വന്നപ്പം 5 ഏക്കർ തെങ്ങും പറമ്പാ കുടിയിടപ്പുകാർക്ക് കൊടുത്തത്. ഇന്നും കീഴ്ജാതിക്കാർ ഈ മുറ്റത്ത് കയറണമെങ്കിൽ 2 തവണ ആലോചിക്കണം. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നു. അഥവാ ചെയ്താ എന്താവും ഒരു തെറ്റ്? നീ ആരുടെ മോനാ? അമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു സംശയം ചോദിക്കാൻ കാര്യം എന്താ? ശങ്കരൻ തമ്പി പപ്പുത്തമ്പിയുടെ മോനല്ലേ? നാടുവാഴികളുടെ കുടുംബമായിരുന്നത്. ആരുടെ കുടുംബം? നാടുവാഴിയുടെ 2 മക്കള്. ഇയാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു പാസ്സായി. ഇവന്റെ സഹോദരി നിരുപമ IFS എടുത്ത് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. ഇന്ന് എന്റെ മോൻ വിശദീകരണം കൊടുക്കണമെന്ന് പോലും. മക്കൾ ആരുടെയും മുന്നിൽ തോക്കുന്നതോ തല കുനിക്കുന്നതോ ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഈ നകുലം ഇഷ്ടമല്ല. എന്ത് വേണമെന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഞാൻ. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അമ്മ സമാധാനിക്കും. ആ രാമു വിളിച്ചിരുന്നു, അവൻ ടൂർ കഴിഞ്ഞ് എത്തിയെന്ന്. ഈ വിവരം അറിഞ്ഞു കുട്ടികളൊക്കെ ആകെ വിഷമിക്കുമല്ലോടാ. അവന്റെ ഒരു കൂട്ടുകാരി ഇവിടേക്ക് എത്തുന്നു പോലും. ഇവിടെ ഏതോ വിദേശ കമ്പനി ജോലിയുള്ള കുട്ടിയാ. വിദേശ കമ്പനി ആകുമ്പോ മദാമയാണോ ചൈനക്കാരിയാണോ എന്നൊന്നും പറഞ്ഞില്ല. ഒരു അതിഥി കൂടെ ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. നകുലം നമ്പൂതിരിക്ക് പിടിപ്പത് പണിയായി. കോമളനും നിരുപമേ എത്തുന്നുണ്ട്. എല്ലാരും എത്തട്ടെ. അങ്ങനെങ്കിലും വീടൊന്ന് നിറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ആളും ബഹളവും ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി. നിങ്ങൾ എന്റെ പുക കണ്ടേ അടങ്ങുമല്ലേ? കോമളനെ സിംഗപ്പൂരി സായിപ്പിന്റെ കമ്പനിയിലായിരുന്നു. സായിപ്പ് മരിച്ചപ്പം ജോലി വേണ്ടെന്ന് വെച്ചു. അഹങ്കാരം അല്ലാതെ പിന്നെന്താ? ഇപ്പം ഭാര്യയുടെ സാരിത്തുമ്പെ പിടിച്ച് ഉണ്ടുറങ്ങി സുഖിച്ച് കഴിയ. പക്ഷെ മൂപ്പര് വന്നായിരുന്നെങ്കിൽ ഇത്തിരി സ്കോച്ചും ഒക്കെ അടിച്ച് എന്തെങ്കിലും ഒന്ന് വലിച്ചു കുടിക്കാൻ അടുക്കളയൊന്ന് കൊഴുത്തേനെ. കോമളലിയനായിരിക്കും. അളകനന്ദ രാമൻ പറഞ്ഞില്ലേ? രാമൻ പറഞ്ഞ കുട്ടിയാ. കുട്ടി രാമുവിനെ രാമാന്നാ വിളിക്കുക. അവന്റെ അമ്മയും മുത്തശ്ശിയും മാത്രം അങ്ങനെ വിളിച്ചിരുന്നുള്ളേ. മുത്തശ്ശി അല്ലേ? ദേവക മുത്തശ്ശി. അതെ, രാമൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എവിടെ? ചീഫ് എഞ്ചിനീയറായിട്ട് പ്രമോഷൻ കിട്ടിയപ്പോ ഗംഗാജലം ചോന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയി തളിച്ച് പൊങ്ങച്ചം കാണിച്ചു. അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ പത്രക്കാർ കണ്ടു, വാർത്തയാക്കി, നാണക്കേടായി. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയത് അകത്തിരിക്കുകയാണ്. ഇതാരാ? കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന ജന്തു. കടിജന്തു അടുക്കളക്കാരനെന്നും വിളിക്കും. കുട്ടി രാമന്റെ കൂടെ പഠിച്ചാണോ? ഞാൻ രാമന്റെ ജൂനിയർ ആയിരുന്നു. എടാ ശങ്കുവേ, ചെക്കന്റെ കൂട്ടുകാരി വന്ന് നിൽക്കുന്നടാ. കൂട്ടുകാരി എന്നാണോ രാമൻ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്? എന്താ കൂട്ടുകാരി അല്ലയോ? അത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവന്റെ അച്ഛനെ അറിയൂ. അളകനന്ദ, അളകനന്ദ. അമ്മ അങ്ങനെ എന്തും കാണാതെ പഠിക്കും. ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ അളകനന്ദ, ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുട്ടി എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. ഈ സൈഡിൽ 2 മുറികളുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. രാമുവിന്റെ മുറി അവിടെ തന്നെയാണ്. ഇപ്പൊ കുളിക്കുകയോ വേഷം മാറുകയോ എന്താ വെച്ചാവാം. ഈ വന്ന കുട്ടി ജാതിയിൽ എന്തായിരിക്കും? നമ്പൂതിരിയാകാൻ വഴിയില്ല. അതെന്താ? നിന്റെ കൂട്ട് അശ്രീകര ലക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ? മോന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോ ജാതിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഇപ്പൊ തന്നെ ഒരു ജാതി പ്രശ്നം ആളെ കത്തിക്കൊണ്ടിരിക്കുക. അമ്മ ഇതിനിടയ്ക്ക് വേറെ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട. നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? അടുക്കളയിലെ ചീഫ് എഞ്ചിനീയർ ഞാനാ. അറിയാവോ? എന്റെ അച്ഛൻ ആരായിരുന്നെന്ന് അമ്മയ്ക്ക് അറിയാവോ? നിനക്ക് ഉറപ്പില്ലാത്ത കാര്യം എങ്ങനെയാണോ ഞാൻ അറിയുന്നത്? അതെ. ശങ്കരൻ തമ്പി,
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു പോയല്ലോടാ. എന്താമേ? കോമളനും നിരുപമയും വരുന്നത് രാമുവിന്റെ ശാലിനിയുടെ കല്യാണം ഏറെക്കുറെ തീരുമാനിച്ച. അവൾ അവന്റെ മുറപ്പെണ്ണല്ലേ? മാത്രമല്ല ആ വിവാഹം നമ്മൾ നേരത്തെ നിശ്ചയിച്ചല്ലേ? വിലാസിനി എനിക്ക് മുറയായിരുന്നു. രാമുവിനെ കൊണ്ട് ശാലിനിയെ കെട്ടിക്കാനാ അവര് വരുന്നത്. അതിനിപ്പോ എന്താ തടസ്സം? ഈ മാനക്കേടൊക്കെ മാറ്റേണ്ടത് ആ ചടങ്ങിലൂടെ ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ നിലയും വിലയും നാലാളെ അറിയിക്കണം. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോ, എനിക്ക് ഒരു എതിർപ്പുമില്ല. ഈ വന്ന കുട്ടിയെ പറ്റി നിനക്കെന്താ അഭിപ്രായം? വല്ല ഡിങ്കോൾഫിക്കേഷൻ വേണോന്നല്ലേ? എന്താണ് പോത്തെ? ജാതിയിൽ എന്തായിരിക്കും? അളകനന്ദ എന്ന വാക്കിന് അർത്ഥം അറിയോ നിനക്ക്? പിന്നെ വായനക്കാരി, നല്ല വായനക്കാരി. എന്താണ് പറയുന്നത്? ടിവിയിലൊക്കെ വാർത്ത വായിക്കുന്ന ഒരു പെണ്ണിന്റെ പേര് അളകനന്ദയെന്ന്. ഗംഗ ഉത്ഭവിക്കുന്നത് എവിടുന്ന? അത് ശരി, ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വരട്ടാമെന്ന് കരുതിയല്ലേ? ഇവിടെ പുറംപണിക്ക് നിൽക്കുന്ന ശിവരാമന്റെ മോള് ഗംഗയാണെങ്കിൽ അവൾ ഉത്ഭവിച്ചത് ശിവരാമന്റെ ഭാര്യ ശാരദയുടെ വയറ്റിന്ന്. എടാ, ശിവരാമന്റെ മോടെ കാര്യമല്ല, പിന്നെ ഗംഗാ നദി. അങ്ങനെ ചോദ്യം. ഗംഗാ നദി ഉത്ഭവിക്കുന്ന എവിടുന്നാ? ഹിമാലയത്തിന്റെ നെറുകയിൽ നിന്ന്. അല്ലാതെ അമ്മയുടെ നെറുകെ നല്ലല്ലോ. സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പേരാ അളകനന്ദ. അത് ശരി. അപ്പൊ ഈ ഗംഗ മോശം പുള്ളിയല്ല. സ്വർഗത്തിലൂടെ നരകത്തിലൂടെ മാത്രമേ ഈ ഗംഗ ഒഴുകത്തുള്ളൂ? അല്ല, പിന്നെ ഭൂമിയിലൂടെ ഒഴുകുന്നുണ്ട്. അയ്യോ, അതിന്റെ പേരെന്തെന്നറിയോ? വൈതരണി. അല്ല പിന്നെ. സ്വർഗഗംഗയുടെ പേര് മകൾക്കിടണമെങ്കിൽ മാതാപിതാക്കള് വിവരമുള്ളവരായിരിക്കും. എനിക്ക് സംശയിക്കണ്ട, ആ കൊച്ചു നമ്പൂതിരി തന്നെ. എന്നിട്ടെന്താ നിനക്ക് വിവരമില്ലാതായി പോയത്? അയ്യോ, അത് സഹവാസ ദോഷം കൊണ്ട്. നിനക്ക് നമ്പൂരിയായി ജനിക്കാമെങ്കിൽ ലോകത്താർക്കും നമ്പൂരിയായി ജനിക്കാം. കോമള്ളനാന്ന് തോന്നുന്നു. അങ്ങനെ വന്നാലേ എനിക്കൊരു സമാധാനമുള്ളു. ഓ രാമോ, കണ്ടിട്ട് ഏത് സമയത്ത് യാത്ര? കല്യാണം കഴിക്കാനെങ്കിലും സമയം കിട്ടുവോടാ? മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചോക്കോബാർ. കല്യാണ തീയതി തീരുമാനിച്ചുകൊണ്ട് അമ്മാവനും അമ്മായിയും വരുന്നു. ശാലിനിയുടെ എക്സാം കഴിഞ്ഞടാ. അച്ഛൻ എവിടെയോ ഉണ്ട്. നന്ദ എവിടെ? ആളകനന്ദ. പലതും കാണാം. പിള്ളേരെ കൊണ്ടാകുന്നത് അവര് ചെയ്തു. അമ്മ ഇങ്ങനെ കൊതുക്കറ് കൊടുത്തിട്ട് എന്തോ കാര്യം? എന്താടാ ഇതൊക്കെ? അയ്യേ, ഉമ്മ വെച്ചത് കണ്ടില്ലേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. മുത്തശ്ശി, അത് അവിടെ ഇംഗ്ലണ്ടിലായിരുന്നു. കുറ്റം പറയാനൊക്കെ ഉമ്മ വെച്ച പോകും. പക്ഷെ ആ കൊച്ചു കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത് ഇതിനായിരുന്നു. വന്നു, ഒരു നോൺ ഷോയും കഴിഞ്ഞു. എനിക്കൊരു ചായ വേണമായിരുന്നു. നടക്കുവോ? ചായ നടക്കത്തില്ല, ഞാൻ നടക്കും അടുക്കളയിലോട്ട്. എന്നെ ഈ പാവപ്പെട്ട കിളവിയെയൊക്കെ കൊതിപ്പിച്ചിട്ട് ചായ വേണമെന്ന്. ഈ വന്ന കുട്ടി അളകനന്ദ ബാംഗ്ലൂർ IIT നിന്നും MTech കഴിഞ്ഞ കുട്ടിയാ. ഇന്ത്യയിലെ ഹൈ സ്കോളർ.
ഒരു ബ്രിട്ടീഷ് കമ്പനി ക്യാമ്പസ് സെലക്ഷനിൽ 2 കോടി രൂപ പ്രതിപക്ഷ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകി റിക്രൂട്ട് ചെയ്ത ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ടതാ. കഴിഞ്ഞ 3 വർഷമായി നന്ദ എനിക്കറിയാം. കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് പ്രതിമാസം 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. പഠിച്ചിറങ്ങുന്ന ബ്രില്യൻ്റ് ആയ ഒരു IT സ്റ്റുഡന്റിന് അതിന്റെ ഇരട്ടി കിട്ടും. പിള്ളേർ കോടികളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിരട്ടുക. എത്ര മെടുക്കിയായാലും എന്ത് കോടി ഉണ്ടായാലും അവനോട് പറഞ്ഞ് അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. അമ്മ എന്തായി പറയുന്നത്? എടാ, അവൻ വന്നുടനെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചടാ. അയ്യേ, ഒരടക്കോതുകോയില്ലാത്ത പെണ്ണ്. അത്രേ ഉള്ളോ? നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? പുതിയ കാലത്ത് ഒന്നും ഒരു കാര്യമല്ലേ. അവർ വിഷ് ചെയ്തായിരിക്കും. ഉമ്മ വെച്ചോ? എന്റെ അമ്മയെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറി താമസിക്കും, ഒന്നിച്ച് കിടന്നുറങ്ങും. അതൊക്കെ നല്ല സൗഹൃദത്തിന്റെ ലക്ഷണത്തിനപ്പുറം ഒന്നും കാണില്ല. അവൻ കെട്ടാൻ പോകുന്ന അമ്മയുടെ പേരക്കുട്ടി ശാലിനി. അവള് ഡൽഹി താമസിക്കുന്നത് എങ്ങനെയാ? ആണും പെണ്ണും ഒരുമിച്ച്. ഏയ്, പാടില്ല. ലോകം പുരോഗമിക്കണം. എന്നാലും ഇങ്ങനൊന്നും പുരോഗമിക്കണ്ട. കുട്ടികളുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു സമാധാനമൊക്കെ വേണ്ടേ? നീ എന്റെ പാവ അമ്മയെ പേടിപ്പിച്ചോല്ലേ? എടാ, ഒരു പെണ്ണിനെ ഉമ്മ വയ്ക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ നീ പ്രായമായ മനുഷ്യരെ കാണിച്ചോട്ട് വേണോ? അച്ഛനെന്തൊക്കെ കാട്ടിക്കൊടുക്കുന്നത്? എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കുക, നിന്റെ ഫാദർ എന്താ ശിലായുഗത്തിലാണോ ജീവിക്കുന്നതെന്ന്? ചാണകവെള്ളം തെളിക്കുക, ശുദ്ധികലശം നടത്തുക. കേട്ട ഒന്നും സത്യമല്ല മോനെ. പക്ഷേ വിഷ്വൽസ് കള്ളം പറയും. എന്ത് വിഷ്വൽസ്? ചാണകവെള്ളം തെളിക്കുന്നത് ഗംഗാജലമായിരുന്നു. സ്കൂൾ ഓഫ് ഭഗവത്ഗീത സംഘടിപ്പിച്ച കൈലാസ യാത്രയിൽ ഞാനും പങ്കെടുത്തിരുന്നല്ലോ. അന്ന് കൊണ്ടുവന്നിരുന്ന ഗംഗാജലമാ. ആരോ എന്നെ ചതിച്ചതാ. എന്താ ഇനി പരിഹാരം? ആലോചിക്കണം. നീ എയർപോർട്ടിൽ പോയി നിരുപമയും കോമഡിയും റിസീവ് ചെയ്തുകൊണ്ട് വരണം. അവര് നിന്റെ വിവാഹ തീയതി നിശ്ചയിച്ചിട്ടാണ് വരുന്നത്. അച്ഛാ, ഈ അളകനന്ദ ആരാണെന്ന് മനസ്സിലായോ? നീ പറഞ്ഞല്ലോ. പറയാത്തൊരു കാര്യമുണ്ട്. അതെന്താ പറയാത്ത കാര്യം? അളകനന്ദ ഞാൻ വിവാഹം ചെയ്ത കുട്ടിയാ. തമാശ പറയുന്നതിന് ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. മനുഷ്യൻ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു തമാശ. തമാശയല്ല അച്ഛാ, സത്യം. അച്ഛനാണ് സത്യം. നോ, ഞാൻ സമ്മതിക്കില്ല. നോ, ഈ സത്യം അച്ഛൻ വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. നന്ദയെ ഞാൻ കല്യാണം കഴിച്ചു. എന്തായി കേൾക്കുന്നത്? ഞാനെങ്ങനെയാ ഈ സത്യവുമായിട്ട് എന്റെ പെണ്ണിനോട്, എന്റെ അമ്മയോട്? നീ സത്യമാണച്ചാ. ചിറകൊന്നു മുറ്റിയാൽ ചിത്രവർണ്ണ കിളി ചിത്തിരക്കൂട്ടിലിരിക്കുകില്ല. ചിറകൊന്നു മുറ്റിയാൽ ചിത്രവർണ്ണ കിളി ചിത്തിരക്കൂട്ടിലിരിക്കുകില്ല. പൊന്നിൻ പ്രതീക്ഷകൾക്കപ്പുറമുള്ളൊരു പൊള്ളുന്ന പരമാർത്ഥം ജീവിതം. എന്റെ ഭാര്യ നന്ദ. അച്ചാളക നന്ദ ഇപ്പൊ എന്റെ ഭാര്യ. നനയ്ക്കുന്നതൊക്കെയും ഭവിക്കുകില്ല. നിഴൽ പോലും എപ്പോഴും തുണയ്ക്കുകില്ല. നനയ്ക്കുന്നതൊക്കെയും ഭവിക്കുകില്ല. നിഴൽ പോലും എപ്പോഴും തുണയ്ക്കുകില്ല. ചിറകൊന്നു മുറ്റിയാൽ ചിത്രവർണ്ണ കിളി ചിത്തിരക്കൂട്ടിലിരിക്കുകില്ല. പൊന്നിൻ പ്രതീക്ഷപ്പുറമുള്ളൊരു
പൊള്ളുന്ന പരമാർത്ഥം ജീവിതം. വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ട് എന്താടോ ഇയാൾ മറന്നുപോയി? നിരുപമയുടെ ഇന്നലെ രാത്രി ഒരു മെസ്സേജ് എത്തിപ്പോയി. ഇവിടുന്ന് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുടെ ഒരു അപ്രതീക്ഷിത സന്ദർശനം ജർമ്മനിയിലേക്ക്. നിരുപമ യാത്ര ക്യാൻസൽ ചെയ്തു. അടുത്ത ആഴ്ച അവളിങ് എത്തും. അളിയനെന്താ ആകെ ഒരു മൂടിയായി, ഒരുമാതിരി പരാജയപ്പെട്ട ആളെ പോലെ? ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അടി കിട്ടുമ്പോ ആരും തോറ്റുപോടോ. എല്ലാത്തിനെയും പോസിറ്റീവായി കണ്ടാൽ മതി. ഈ വിവാദങ്ങൾക്കും വാർത്താ കോലാഹലങ്ങൾക്കും ഏറിയാൽ ഒരാഴ്ചത്തെ ആയുസ് കാണും. അപ്പോൾ നമ്മൾ നിശബ്ദരാകുന്നു, ശേഷം ആക്ട് ചെയ്യും. ഈ സസ്പെൻസ് എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാനുള്ള നടപടി മാത്രമാണ്. നല്ലൊരു വക്കീലുമായി ആലോചിച്ച് വേണം മറുപടി കൊടുക്കേണ്ടതെന്നാണ് നിരുപമ പറഞ്ഞത്. ഇക്കാര്യത്തിൽ 100% ഞാൻ നിരപരാധിയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ജാതിയുണ്ട്. പക്ഷെ വരുന്നിടത്തും പോകുന്നിടത്തുമൊന്നും ഞാനത് എഴുന്നള്ളിച്ച് നടക്കാറില്ല. എങ്കിലും കേരളീയ ജീവിതത്തിൽ വർത്തമാനകാലത്ത് ജാതി പറയുന്നത് അഭിമാനമായി കാണുകയാണ്. ചെറിയവൻ മുതൽ വലിയവൻ വരെ എല്ലാവരും. ജാതി സംഘടനകളുടെ എണ്ണം കൂടി വരികയാണ്. തൽക്കാലം പ്രതികരിക്കാതിരിക്കുന്നതാ ബുദ്ധി. കാരണം കുട്ടികളുടെ കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് അളിയന്റെ റിയാക്ഷൻസ് വളരെ സൂക്ഷിക്കണം. നിരുപമ ഒരുപാട് ജോലി ഏൽപ്പിച്ച് വിട്ടിരിക്കുക എന്നെ. കല്യാണ മണ്ഡപം ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചടങ്ങിൽ ഒന്നിലധികം മന്ത്രിമാരുണ്ടാകും. വിദേശത്തു നിന്ന് വരുന്നവർക്ക് ഹോട്ടലുകൾ ബുക്ക് ചെയ്യണം. എല്ലാ കാര്യത്തിനും അളിയ എന്നോടൊപ്പം വരണം. പിന്നെ വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് എന്റെ ലാപ്ടോപ്പിലുണ്ട്. അളിയനെ കാണിച്ച് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക നിരുപമ. നമ്മൾ എത്ര നേരത്തെ വിളിച്ചു തുടങ്ങിയാലും ഈ കല്യാണം അറിയിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ജോലി തന്നെ. പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഉടനെ ഒരു ചടങ്ങ് നടക്കാനില്ല. അതുകൊണ്ട് ഇതൊരല്പം ആർഭാടമായിക്കോട്ടെ എന്നാണ് നിരുപമയുടെ അഭിപ്രായം. ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പരാതി നിന്റെ അമ്മായിക്ക്. കുട്ടികൾക്കൊക്കെ ഇപ്പൊ വലിയ തിരക്കാ എന്ന് പറഞ്ഞ അങ്ങനെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 4-5 ലക്ഷമാ കിട്ടുക. കല്യാണമൊക്കെ കഴിച്ചാൽ ജീവിക്കാൻ സമയം കിട്ടുമോടെ നിനക്കൊക്കെ? അതെ, ഞാനൊന്ന് കുളിച്ച് വേഷം മാറി വരാം. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആയിക്കോട്ടെ. പിന്നെ രാമു, അവരമ്മയും മോളും കൂടി ഒരു വെഡിങ് ഇൻവിറ്റേഷൻ തയ്യാറാക്കി നിനക്ക് മെയിൽ ചെയ്തിട്ട് നിന്റെ കമന്റ് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ മെയിൽ നോക്കിയില്ല. തിരക്കാ കുറെ ദിവസമായിട്ട്. ഇനി തിരക്കൊക്കെ ഒന്ന് തുറക്കണം. നിന്റെ കല്യാണമാ. ഇവനും എന്താണ് ഒരു ഗ്ലൂമി? അളിയനോർത്ത എടാ, അച്ഛൻ എന്തെങ്കിലും വിവാദത്തിൽപ്പെട്ടാൽ സമാധാനിപ്പിക്കേണ്ടതും ഫേസ് ചെയ്യേണ്ടതും നീയല്ലേ? ഓക്കെ, ടേക്ക് കെയർ. മകളുടെ വിവാഹം എന്ന സ്വപ്നത്തിന് ആർഭാടമായ സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി അത് നടപ്പിലാക്കാൻ എത്തിയിരിക്കുകയാണ് ഞാൻ. VIP-കളായ അതിഥികളെ വിളിച്ചു കഴിഞ്ഞു. ഞാനെന്ത് പറയണം? ഇന്നോ ഇന്നലെയോ തീരുമാനിക്കപ്പെട്ടതല്ല. ഈ സമയത്ത് ആത്മഹത്യ ചെയ്താല് ചില മറ്റു പലതും തെറ്റിദ്ധരിക്കും. ഞാൻ അച്ഛാ, എന്താ ഇത്? നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മക്കളെ. ഇത് ചതിയല്ല അച്ഛാ, എനിക്ക് ഇഷ്ടപ്പെട്ടോ. നിന്റെ ഇഷ്ടത്തിൽ മാത്രം നടത്താനുള്ളതാണോ ഇയാളെ വിവാഹം? തീർച്ചയായും വിവാഹം ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ജന്മം തന്റെ പിതാവിന് അതൊരു റോളുമില്ല. നീ എന്റെ മകനാ അല്ലെന്നുണ്ടോ? അത് അച്ഛൻ പറയുന്നിടത്തോളം. രണ്ട് വക്കീലന്മാർ തമ്മിലല്ല, അച്ഛനും മകനും തമ്മിൽ ജീവിതത്തിന്റെ അകത്തത്തിൽ നിന്നാ സംസാരിക്കുന്നത്. എന്റെ ഈ അവസ്ഥ വാദിച്ച് ബോധിപ്പിക്കേണ്ടി വരുന്നത് ഗതികേടാ. നീ എന്റെ മകനാ, അതുകൊണ്ട് തന്നെ നിനക്ക് മാത്രമായിട്ട് വിവാഹം പറ്റുമോ? നീ വിവാഹം ചെയ്യേണ്ടിയിരുന്നത് എന്റെ പെങ്ങളുടെ മകൻ ശാലിനിയെ. ഒരു കുടുംബം മുഴുവൻ അങ്ങനെ ഒരു കിനാവിന് ചുറ്റും പന്തലിട്ട് അലങ്കരിക്കുക. എന്റെ പെങ്ങളോട്, എന്റെ അമ്മയോട്, നീ കെട്ടേണ്ടിയിരുന്ന എന്റെ ശാലിനിയോട് ഞാൻ എന്താടാ പറയേണ്ടത്? എന്റെ വിവാഹം കഴിഞ്ഞുവെന്ന്. നീ ഒരു മനുഷ്യനാണോടാ? അതാണ് അച്ഛാ സത്യം. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു.
മനുഷ്യൻ ഗതികെട്ടാൽ എന്ത് ചോദിക്കും? ഈ ഗതികേടും ഈ ചോദ്യവും എനിക്ക് സമ്മാനിച്ചത് നീയാ. ഈ വന്ന കുട്ടിയെ, നീ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൂടെടാ. ജീവിതത്തിൽ ഇവളെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് മനസ്സലമുറയിട്ട് പറഞ്ഞിട്ടാ വിവാഹം ചെയ്തത്. ഞാൻ അങ്ങോട്ട് പോകും. സാധിക്കുമോ? ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നെ ഒന്ന് യാത്രയാക്കി തരാൻ? അച്ഛൻ എന്നെ പറ്റി ഒന്നും ചോദിച്ചില്ല. അർജുനോടൊന്നും പൊരുത്തപ്പെടാനാവുന്നില്ല എനിക്ക്. പിന്നെന്തിനാ? ഈ കുട്ടിയെ നീ ഒഴിവാക്കണം. നീ വിവാഹം ചെയ്യേണ്ടത് എന്റെ പെങ്ങളുടെ മകൾ ശാലിനിയ. ഇല്ലെങ്കിൽ ഒഴിവാക്കണം എന്നെ. ചാതുർവർണ്ണ്യങ്ങൾക്കും അപ്പുറത്തല്ലയോ ഹൃദയത്തിൻ പ്രണയാടനം. ചാതുർവർണ്ണ്യങ്ങൾക്കും അപ്പുറത്തല്ലയോ ഹൃദയത്തിൻ പ്രണയാടനം. മതമെന്ന മതിലിന്റെ മറനീക്കും മനസ്സുകൾക്കാനന്ദ ചന്ദ്രോത്സവം. നിറമുള്ള സ്വപ്നത്തിനതിരുകൾ താണ്ടുന്നു നിലവിന്റെ നീതി പ്രമാണം. നിറമുള്ള സ്വപ്നത്തിനതിരുകൾ താണ്ടുന്നു നിലവിന്റെ നീതി പ്രമാണം. കുഴഞ്ഞല്ലോ രാമ, ഇനി എന്താണോ നമ്മൾ ചെയ്യുക? എന്നെ ഒഴിവാക്കുകയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ എന്നൊരു വാമൊഴി ഞങ്ങളിൽ കെട്ടിയേൽപ്പിക്കുമായിരുന്നു. നമ്മൾ പരിചയപ്പെടുന്നത് വരെ അങ്ങനെ ഒരു ധാരണയായിരുന്നു എന്റെ മനസ്സിലും. നമുക്ക് പരിഹരിക്കാം. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവരല്ല ആരും. വിവാഹ ക്ഷണക്കത്തൊക്കെ തയ്യാറാക്കി ക്ഷണിക്കേണ്ടവരേക്ക് ക്ഷണിച്ചു തുടങ്ങി ഈ സമയത്ത് മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു അഭിപ്രായമില്ലാത്തവനെ പോലെ ഞാൻ നിൽക്കണോ? LKG ചേരുന്ന കുട്ടിയാണോ ഞാൻ? മുതിർന്നവരുടെ തീരുമാനത്തിന് മുന്നിൽ മകൻ അഭിപ്രായം പറയാതിരിക്കാൻ ഇവിടെ എന്റെ ഇഷ്ടമാണ് പ്രധാനം. എന്താ ഒരുമാതിരി ആക്കിച്ചിരിക്കുന്നത്? അല്ല, നിങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വരാൻ പേടിയാ മക്കളെ. ഏത് സമയത്ത് എന്ത് അത്യാഹിതമാ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാനൊക്കോ? മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇതൊരു IPL. വരുന്ന എല്ലാ ബോളിനും സിക്സർ അടിക്കാം. പക്ഷെ കണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ കുറ്റിയാ തെറിക്കുന്നത്. എടാ കുഞ്ഞെ, നിങ്ങളുടെ ഈ തലമുറ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോ ഒരു ഉറക്കക്കുറവ്. ഓ അങ്ങനെ. നന്ദ എന്നെ ഒന്നു വയ്ക്കുന്നല്ലേ അമ്മാവൻ കണ്ടുള്ളൂ. വേറെ വല്ലതും കാണിക്കാൻ പരിപാടി ഉണ്ടോ? എടാ കുഞ്ഞെ, നിങ്ങൾ എന്റെ പ്രായത്തെ മാനിക്കണം. ശുദ്ധവും വൃത്തിയും ഇല്ലാത്ത ഒരു ബ്രാഹ്മണനാ ഞാൻ. താങ്ങൂല്ല. അങ്കിള് ഞങ്ങളോടൊപ്പം പോയിരുന്നോ? അത് ശരി. ഇതൊരു സ്ഥിരം സെറ്റപ്പ് ആക്കി വെക്കാനാണ് എന്റെ പരിപാടി. കോമളലിയും വന്നിട്ടുണ്ട് കല്യാണം നടത്തിക്കാൻ. ഞങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് അമ്മാവൻ എന്ത് തോന്നുന്നു? ഓ, വിലാസിനി ഡ്രൈവറുടെ കൂടെ പോയ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇനി ഡോക്ടറെ ഒന്ന് കാണണം. അയ്യോ എടാ കുഞ്ഞെ, നീ എന്നെ ചീത്തയാക്കരുത്. എടാ കൊച്ചിന്റെ ദേഹത്തൊന്ന് വിറ. നിന്റെ മുത്തശ്ശി അമ്മാവനെ കണ്ട കുഴപ്പമാ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? പക്ഷേ ഈ പൊക്കം ഇപ്പൊ എടാ അകത്തോട്ട് എങ്ങനെ പോടാ, തലകാല ബോധമില്ലാത്തവനെ. ഓ, കല്യാണം കഴിച്ചിട്ടും മക്കളുണ്ടാകാതിരുന്നതും വിലാസിനി ഡ്രൈവറുടെ കൂടെ പോയതും ഭാഗ്യം. എന്താടാ തന്നെത്താൻ ഇന്ന് സംസാരിക്കുന്നേ? അയ്യോ, ഇച്ചിരി നേരത്തെ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നോ? ആ രാമു ആ പെണ്ണിനെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ട് എന്നോട് ചോദിക്കുവാ എന്തോ തോന്നുന്നെന്ന്. നീ ഇനി ഇതാരോട് വരുന്നള്ളിക്കണ്ട. എന്ത് ചെയ്യാം, കാലം മാറി സദാചാരത്തിനൊന്നും ഒരു വില ഇല്ലാതായി. കോമളന് ചായ കൊടുത്തോ? അയ്യോ കൊടുത്തേ. കൊണ്ടുവന്നതിൽ ഒരു തുള്ളി താന്ന് ചോദിച്ചപ്പോ ഇപ്പൊ സമയമില്ല, വൈകിട്ട് ആലോചിക്കാവുന്നു. നിനക്ക് മരവീടയെ പറ്റി ആലോചിച്ചാ മതി. അവനും ശങ്കരനും കൂടി ആഡിറ്റോറിയം ബുക്ക് ചെയ്യാനും ഓടിയോ ഒക്കെ പോയിരിക്കുക.
അമ്മേ നിരുപമ വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ അളിയനെ മാത്രം എന്തിനാ അമ്മേ വിട്ടത്? അവള് പിന്നാലെ വരും. മുന്നേ വന്ന് കല്യാണത്തിനുള്ള വഴിയൊരുക്കാൻ വന്നതാ കോമളൻ. മുന്നേ വന്ന് വഴിയൊരുക്കാൻ അയാൾ ആര്? JCBയോ? ഓ, അവിടെ നിന്ന് എന്നെ പോലെ കുഴപ്പക്കാരനാണ് കണ്ടോണ്ട് നേരത്തെ പൈക്ക് ചെയ്ത് വിട്ടതാ. നിന്നെ പോലെ വിവരദോഷിയല്ല അയാൾ. അയാൾ ഏത് കുടുംബത്തിലെയാണെന്നറിയോ? അത് ശരി. ഇതൊന്നും തിരക്കാതെ മോളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്നോട് ചോദിക്കുവാന്നോ? തിരക്കാതല്ലടാ പോത്തെ. വൃന്ദാവനത്തിൽ ബാലകൃഷ്ണൻ തമ്പിയുടെ മോളാ. ആഹാ, ബാലകൃഷ്ണൻ തമ്പി ആരാ? കോമളന്റെ അച്ഛൻ. അച്ഛൻ മാത്രമല്ലടാ, പിന്നെ ഒരു ചിറ്റപ്പനും കൂടെ ആയിരുന്നു. ആ മുറ്റത്ത് കാലുകുത്തുമ്പം കേക്കുന്ന പാട്ട് രഘുപതി രാഘവ രാജാറാം. മൂപ്പര് കച്ചേരിക്കാരനായിരുന്നല്ലയോ? ഓ, സ്വാതന്ത്ര്യ സമര സേനാനി. എടാ, ഗാന്ധിജി വന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ള വീട്. കഷ്ടം. അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നോ ഗാന്ധിജിക്ക് ഒരു പിടി ചോറ് കൊടുക്കാതെ കഞ്ഞി കൊടുത്തു വിടാൻ? നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അല്ല, പഴയ തറവാട്ടുകാർ പലരും കഞ്ഞിയും കടുവും മാങ്ങ അടിച്ചോണ്ട് കൊതിഞ്ഞോണയും പറഞ്ഞിരിക്കുക ഇപ്പം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഓ, അളിയനെ നേരത്തെ വിട്ടത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കാനാണെന്ന് ഞാൻ പറയുമായിരുന്നേ. അളിയൻ വിഷമിച്ചിട്ട് കാര്യമില്ല. ഈ കുടുംബത്ത് പെൺഭരണം ഇച്ചിരി കൂടുതലാണ്. അളിയൻ എന്റെ അവസ്ഥ കണ്ടോ? എന്റെ ഭരണപരാജയം മുതലാക്കി അവൾ ആണുങ്ങളുടെ കൂടെ പോയി. നിന്നെ ഇതിന് മാത്രമേ കൊള്ളാവൂ. ചലുവ പറയാനും അടുക്കളപ്പണി. ജർമ്മനിയിൽ അളിയനും ഇത് തന്നെ അല്ലയോ പരിപാടി? അല്ല, അവിടെ രാജ്യം ഭരിക്കൊന്നും അല്ലല്ലോ. ഉള്ള ജോലി ചൈനക്കാരെ പഴി പറഞ്ഞ് കളഞ്ഞിട്ട് നടക്കുക. ഒരുമാതിരിപ്പെട്ട നമ്പൂതിരിമാരെല്ലാം ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കര പിടിച്ചു. ഇവ മാത്രം എന്താ ഇങ്ങനെ? അറിവുള്ളവരാ രക്ഷപ്പെട്ടത്. പറഞ്ഞു കൊടുക്കണേ. ഇവൻ നമ്പൂരി എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ വല്ലതും അറിയോ? അമ്മേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്നെ നമ്പൂരിത്തത്തെ കയറി ചോദ്യം ചെയ്യരുത്. നിനക്ക് ഗായത്രി അറിയാമോടാ? ഗായത്രി എനിക്ക് ശിവരാമപിള്ളയുടെ മോള് ഗായത്രി അല്ല, അവക്കടെ അമ്മ സരസ വരെ എനിക്കറിയാം. പിന്നെ എടാ, ശിവരാമപിള്ളയുടെ മോടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഗായത്രി മന്ത്രം നാഴേക്ക് 40 വട്ടം നമ്പൂരി നമ്പൂരി എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. ഒന്ന് പറഞ്ഞേ. എന്റെ വായിൽ നിന്ന് അമ്മയ്ക്ക് അത് കേൾക്കണം. ഒന്ന് പറഞ്ഞേടാ. ശരി, ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ. കുറിച്ചെടുത്തോണം. കേൾക്കട്ടെ. ഓം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്ന് മുടക്കും ഞാൻ തിരുവില്ല. ഇതാണോടാ ഗായത്രി മന്ത്രം? ഈ മന്ത്രം ഗായത്രി ഒരു വടക്കേലെ സോമരാജൻ പറയുന്നത് ചെവി കൊണ്ട് കേട്ടതാ ഞാൻ. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഗായത്രി മന്ത്രം പഠിപ്പിക്കാൻ പറ്റിയൊരു സാധനം. എടാ, ഒരു കോണ വെച്ചരട് പിരിച്ചിങ്ങനെ നെഞ്ചത്ത് വിലങ്ങനെ കെട്ടിയ നമ്പൂരി ആവില്ല. ഇവിടുത്തെ അടുക്കളയെന്ന് അടിച്ചിറക്കേണ്ടതാ നിന്നെ. എന്നെ ഇറക്കും. ഗായത്രി മന്ത്രം കേട്ടോളൂ. ഓം ഭുവർ സ്വാഹ, ഓം തത് സവിതുർവരേണ്യം, ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. അത് ശരി, ഇത് ഇങ്ങനെ ആക്കിയായിരുന്നില്ലയോ? ചുമ്മാതല്ല ശബരിമലയിലെ മോഹനാണ്ണന് ഇതിനെ ഒരു വരി പോലും അറിയത്തില്ലെന്ന് പോലീസിനോട് മണിയായിട്ട് പറഞ്ഞത്. എവിടെ വെച്ചാ? എറണാകുളത്ത് വെച്ച്. മറ്റേ കേസ് പിടിച്ചില്ലയോ, ഡിഗോൾഫിക്കേഷൻ. പിന്നെ എനിക്ക് ഒപ്പനം കാച്ചാനും അവിയൽ ഉണ്ടാക്കാനും ഗായത്രി മന്ത്രം തന്നെ വേണം. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവനെ നന്നാക്കാൻ പോയി അമ്മയുടെ ജന്മം പാഴാകത്തേ ഉള്ളൂ. അയ്യോ, അല്ല, ഇത് ഏറെ കുറെ ഭദ്രമാ. പിള്ളേരുടെ കല്യാണക്കുറി നീ കമ്പ്യൂട്ടറെ കാണിക്കാവെന്ന് പറഞ്ഞിട്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ട് അളിയന്റെ ഭാഗത്തുനിന്ന് ഉത്സാഹവും കണ്ടില്ലല്ലോ അമ്മേ. പുറത്തോട്ടിറങ്ങാൻ വിഷമിച്ചിരിക്കുമ്പോഴാ ഇനി ഉത്സാഹിക്കുന്നത്. ഇതിന് ഏത് പത്രക്കാരനാണോ എന്തോ അളിയന്റെ പുക കണ്ടേ അടക്കത്തുള്ളെന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. വരുന്നതാരായാലും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കുക. നിർബന്ധിച്ചാ മാത്രം ശങ്കരൻ തമ്പിയെ വിളിച്ചാ മതി. ഇയാള് വാ. എന്നേക്കാൾ വിവരക്കേടാ.
കണ്ടിട്ടൊരു ദുരിതം ലുക്ക്. ഏത് വന്തിപത്രത്തിന്റെ ആണ്? ഞാൻ കേശവൻ. ഞാൻ നകുലൻ നമ്പൂതിരി. ഏതാ പത്രം? വീട്ടിൽ വരുന്ന പത്രം നേരത്തെ അറിയിക്കുന്ന പത്രം. അതെ. അയ്യോ, മനസ്സിലായി കേട്ടോ. ഇവിടെ വന്നത് തമ്പി സാറിനെ കാണാൻ വന്നതാ. ജാതി പറഞ്ഞെന്ന് പറഞ്ഞ് അമട്ടോ മറ്റോ എറിഞ്ഞ് കൊല്ലാനാണോ? എനിക്ക് ഇവിടേക്ക് കടന്നു വരാൻ യോഗ്യതയില്ലെന്നറിയാം. എന്നാലും ഈശ്വരൻ ഓരോ ഭാഗ്യങ്ങൾ തന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കാല്ലേ, അതെന്താ ചെയ്യാ? അയ്യോ, തനിക്ക് വഴി തെറ്റിയതായിരിക്കും. ഇവിടെ വന്ന് പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ? രാമുമോന്റെ വീടല്ലേ? അതെ. താൻ ആരാ സത്യത്തില്? ബന്ധുക്കാരനാ. സംബന്ധക്കാരനായ ഞാൻ അടുക്കളയില്ല, പിന്നെ ഈ ബന്ധക്കാരൻ വന്ന് ഇവിടെ എന്നാ ചെയ്യാനാ? എനിക്ക് വിറക്കേണ്ട മകളല്ല അവള്. ദൈവം തന്നതാ. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+. 12ലും അങ്ങനെ തന്നെ. എന്റെ മോള് സ്വന്തമായി പഠിച്ച എൻട്രൻസ് എഴുതിയതേ. അവിടെയും 1ാമതാ. നാട്ടുകാർ ചോദിച്ചു, പാടത്ത് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുത്തനെ കൊണ്ട് പറ്റുന്നതാണോ മോളെ എഞ്ചിനീയർ ആക്കാനെന്നൊക്കെ. പഠിക്കുമെന്ന് മോളും പഠിക്കുവോളം പഠിപ്പിക്കുമെന്ന് ഈ അച്ഛനും വാശി പിടിച്ചു. കൃഷി നഷ്ടമാണെന്നറിഞ്ഞിട്ടും തരിശിട്ട പാടങ്ങൾ ഏറ്റെടുത്ത് കൃഷി നടത്തി. കൃഷിയും ചതിച്ചില്ല, ദൈവവും ചതിച്ചില്ല, മകളും ചതിച്ചില്ല. അവള് ജയിച്ചുകൊണ്ടേയിരുന്നു. ഇയാൾ ആരാ? ആരെ പറ്റിയ ഈ കഥയൊക്കെ എവിടെ വന്ന് പറയുന്നേ? എന്റെ മോളെ പറ്റി, നന്ദയെ പറ്റി. കണ്ണീര് കുളിരല്ല, സമരസമില്ലെങ്കിൽ സ്നേഹമില്ല. കലഹമൊരു കലയല്ല, കണ്ണീര് കുളിരല്ല, സമരസമില്ലെങ്കിൽ സ്നേഹമില്ല. മോഹഭംഗത്തിൻ്റെ ഒറ്റത്തുരുത്തുകൾക്കാനന്ദം സ്വന്തമല്ല. വഴി പിരിഞ്ഞൊഴുകി തളരും വരയ്ക്കുള്ള വിളയാട്ടമല്ലോ മനുഷ്യജന്മം. വഴി പിരിഞ്ഞൊഴുകി തളരും വരയ്ക്കുള്ള വിളയാട്ടമല്ലോ മനുഷ്യജന്മം, മനുഷ്യജന്മം. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ല അളിയ. ഏതായാലും കല്യാണമോ മുടങ്ങി. പിള്ളേരോട് കരുവിച്ച് അമ്മ തെക്കോട്ട് ഞാനപ്പോ ഞാൻ വിചാരിച്ചു ഒരു സഞ്ചയനോ ഒരു 16 അടി യന്ത്രം ഒത്തു കിട്ടിയെന്ന്. അല്ലേലും ദൈവം അങ്ങനെ വെറുതെ കൊതിപ്പിക്കും. ഞാൻ തൊട്ടുകൂടാൻ പാടില്ലാത്താണല്ലേ. ഞാൻ ആലോചിക്കുമായിരുന്നു മക്കൾ നന്ദമാർക്കിട്ട് പണി കൊടുക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം വിപ്ലവകാരികളാണേ. കീഴ്ജാതിക്കാരൻ ഇരിക്കാൻ പഠിച്ച ഓഫീസിൽ അച്ഛൻ ചാണകവെള്ളം തളിച്ചപ്പോ മോൻ അച്ഛന്റെ ജീവിതത്തിലേക്ക് ചാണകവെള്ളം കോരി ഒഴിച്ചു. കളി പിള്ളേരെ പഠിക്കണം. എനിക്ക് പോലും അറിയത്തില്ലയോ മാത്താണ്ട് വന്ന വിരുന്ന് വന്നപ്പോ പാൽക്കഞ്ഞി കുടിച്ച കൊരണ്ടിപ്പുറത്ത് ഇരുന്നാ ഞാൻ കളിക്കരിയുന്നെന്ന്. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറ, വിവരക്കേടാണെ നമുക്ക് പരിഹരിക്കാം. ഇവരോടൊന്നും ഉണ്ടാകാൻ പറയുന്നുണ്ടോ? അവന്റെ കാര്യം വിട്. നായുടെ വാല് പന്തിയിലാണ് കൊണ്ടിട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? നേരാ, 75 വയസ്സ് കഴിഞ്ഞ് മുത്തശ്ശിക്ക് ഇത് നീ കുഴലിലോ വീരാൻ പോയപ്പോ താങ്ങാൻ ഞാൻ മണ്ട വെള്ളാൻ. ദൈവമക്ക് ഇതേവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ മകനെ പോലെ സ്നേഹിച്ച സ്വന്തം എന്ന് വിശ്വസിച്ച കുട്ടി മകന് ജനിച്ച നിമിഷം മുതൽ കണ്ട സ്വപ്നമാണ് അവൻ തച്ചു തകർത്തു. മോൾക്ക് വേറെ വിവാഹം ആലോചിക്കണം. ഈ വാശിക്ക് നമുക്കൊരു നമ്പൂതിരി
വാങ്ങിക്കൊണ്ട് തന്നെ കൊച്ചിനെ കെട്ടിക്കണം. ശാന്തിക്കാർക്ക് കൊടുക്കാൻ ഈ കുടുംബത്തിൽ പെൺകുട്ടികളില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ശാന്തി ഇല്ലാത്ത ചില പിള്ളേരുണ്ടമ്മേ. ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഈ കെട്ടി നടക്കണോ അവളെ? ചെയ്യേണ്ടത് അറിയണം. മൂപ്പര അറപ്പുരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. വെച്ചിരിക്കാൻ വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ പൊതുസമൂഹം ഇത് അറിയില്ലേ? ഒരു വ്യക്തിയെ ബാധിക്കുന്ന കാര്യമല്ല ഇത്. ഒരു സമൂഹത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്തെങ്കിലും ചില്ലറ കൊടുത്ത കൊച്ചിനെ ഒഴിവാക്കാനാണെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കണം. കേരളക്കിടാവിനേക്കാൾ വലുതാ എനിക്ക് എന്റെ കുടുംബത്തിന്റെ അന്തസ്സേ. എനിക്ക് സംശയം അളിയനും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ ചതിക്കായിരുന്നു. അവൻ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഇത് സമ്മതിക്കില്ല. അറിഞ്ഞപ്പോ തന്നെ പരിഹാരം ഉണ്ടാക്കേണ്ടതിന് പകരം അതൊക്കെ അടച്ചിരിക്കുന്നതാണോ മര്യാദ? ഈ കൊച്ചിനെ ഒഴിവാക്കാനാണ് ആഗ്രഹമുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുത്താൽ തട്ടിക്കളയാൻ പിള്ളേരുണ്ട് ഇവിടെ. അളിയനിക്ക് അങ്ങനെ വല്ല വക്രബുദ്ധി ആലോചിക്കാന്നോ? ശങ്കരൻ തമ്പി എന്താണോ ഇതൊക്കെ? ഒരു ബാധ്യത പോലെ എത്ര കഴിച്ചിട്ടും അബോധാവസ്ഥയിലേക്ക് എത്തുന്നില്ല. മകന്റെ ബോധക്കേടിനെതിരെ അച്ഛൻ ബോധത്തോടെ പ്രതികരിക്കേണ്ട സമയമാണിത്. നമ്മുടെ കുടുംബത്തെ പറ്റി അതിന്റെ പാരമ്പര്യത്തെ പറ്റി ഞാൻ പറഞ്ഞു തന്നോ? ജാതി കുറഞ്ഞവരെ കുടപ്പടിക്കേ നമ്മൾ നിർത്താറുള്ളൂ. എന്നിട്ടും നിന്റെ മോൻ കിടന്ന് തുറക്കം വരുന്നില്ല. മനസ്സ് തീ പറന്നത് പോലെ കത്തുക. ഒഴിവാക്കണം. എനിക്ക് ഈ വീട്ടിൽ ആചാരപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. വീട് ശുദ്ധമാക്കണേ. നിന്റെ മകനെ അവളെ ഞാൻ അടിച്ചറിഞ്ഞെന്ന് പറയുന്നില്ല. നീ ഇറക്കണം. അടിച്ചറക്കണം. എന്റെ മോൾ എന്നേക്കാൾ കേവലായിപ്പോയി. വലിയ വിദ്യാഭ്യാസം, ജോലി, ലക്ഷങ്ങളുടെ ശമ്പളം, തീരുമാനങ്ങളൊക്കെ തരിച്ചെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോളെ വിളിച്ച് അറിയിച്ചു. ഞാനിവിടെ അവളുടെ ഫ്രണ്ട്സിനെ അറിയിച്ച് കാവലിട്ടിരിക്കുക. എന്റെ മകൾക്ക് ഇപ്പോൾ സംഭവിച്ചതിനപ്പുറത്തൊരു അത്യാഹിതം സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയായിരിക്കും. പറഞ്ഞു പോകാത്തത് അവരെയും അവളെയും വീട്ടിൽ നടക്കിയതിന് ശേഷമേ ഞാൻ ഇറങ്ങാവൂ എന്ന് നിരുമ പറഞ്ഞിട്ട. എന്റെ മകളെ അവർ വിവാഹം കഴിക്കാതിരിക്കാം, അത് മറ്റു സ്വാതന്ത്ര്യം. പക്ഷെ ഈ കുടുംബത്തിന്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും നിരക്കാത്ത ഒന്നിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഷൈം തമ്മിൽ ഷൈം. ഓഫീസിൽ മുറി താൻ ശുദ്ധീകരണം നടത്തിയെന്നറിഞ്ഞപ്പോ ഞങ്ങൾ കുടുംബക്കാരെ മുഴുവനും തന്നെ സപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇത് ഇവിടെ അനുവദിക്കാൻ വയ്യ. ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. ഈ കുടുംബത്തെയും നമ്മളെയും തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഇയാളുടെ മകൻ. അച്ഛനും അമ്മയ്ക്കും താഴെ ഉടഞ്ഞു പോകാവുന്ന ഒരു ടെസ്റ്റ് ട്യൂബിന്റെ വിലയുള്ളവർക്ക്. അതുകൊണ്ട് തല്ലും കൊള്ളുമെന്ന് പറഞ്ഞ ചെക്കന്റെ മെക്കിട്ട് കയറാൻ ചെല്ലുമ്പോ ആ ഒരു ഓർമ്മ വേണം. എന്റെ മൊബൈലും കണ്ടിടാക്കിയിരുന്നു. അച്ഛനെ മധുരിച്ചിട്ടുണ്ടോ? മനസ്സ് ചാരി നിർത്താൻ വേറൊന്നും കണ്ടില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബലവും സ്വപ്നവും മക്കൾ. മക്കൾ തോൽപ്പിക്കുമ്പോൾ ആ പരാജയം പൂർണ്ണമാകുന്നു. നിനക്ക് 10 വയസ്സുള്ളപ്പോ നിന്റെ അമ്മ മരിച്ചു. പിന്നെ ഈ നെഞ്ചിട്ടാണ് വളർത്തിയത്.
ചോറ് വാരിക്കൊണ്ട് ഒപ്പം കിടത്തി ഉറക്കി. ചെറുക്കൻ തരുമാനായിട്ട് നിനക്കൊന്നും നിർത്താറായില്ലേ എന്ന് അമ്മ പോലെ ചോദിച്ചു. പിതാവിന്റെ സ്നേഹവും വാത്സല്യവും മാവോളം തിന്നു വളർന്ന നീ ജീവിതം എന്ന കണിയില് എന്നെ തോൽപ്പിച്ചു. നീ എന്നെ മാത്രം മകർക്ക ഒരു പാരമ്പര്യത്തിൽപ്പെടുന്നവനാണ് അറിയാം. എന്നിട്ടാണോ വിവാഹം കഴിച്ചപ്പോ ഇങ്ങനെ എത്തിയേ? അവർക്ക് എന്താണ് കുറവ്? എന്താണ് അവരുടെ ജാതി? പരസ്പരം ഇഷ്ടപ്പെട്ടപ്പോഴോ വിവാഹം ചെയ്തപ്പോഴോ മനസ്സുകൊണ്ട് പോലും ഞങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഈ കുടുംബത്തിൽ അത് ചിന്തിക്കാനൊക്കെ കഴിയില്ല. കാരണം അതൊരു സംസ്കാരമാണ്. കമ്പോളത്തിന്നോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്നോ വാങ്ങാൻ കിട്ടുന്നതല്ലാതെ. അതുകൊണ്ട് ജാതി ഇവിടെ ഒരു പ്രശ്നമാണ്. ക്ഷമിക്കണം അച്ഛൻ, അങ്ങനെ ഒരു പിരി ആകാമോ? ജാതി കുറഞ്ഞുള്ളത് നിങ്ങൾ വിളിച്ച് ആക്ഷേപിക്കുന്ന എനിക്ക് ഇവിടെ അച്ഛനും മകനുമാ സംസാരിക്കുന്നത്. എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്. അച്ഛാ, വിവാഹം എന്നത് ഒരു റിക്രൂട്ട്മെന്റ് അല്ല. ജാതി സർട്ടിഫിക്കറ്റ് നോക്കി സ്നേഹിക്കാനും പറ്റില്ല. സംസ്കാരം ഏതെങ്കിലും ജാതിക്കാർക്കായി വച്ചു തന്നിട്ടുമില്ല. അത് പേരിന്റെ പിന്നിലെ വാലല്ല, തൊലിയുടെ നിറമല്ല, വീടിന്റെ വലിപ്പമല്ല. ക്ഷമിക്കണം അച്ഛൻ, ഭൂമി അതിന്റെ അച്ഛന്റെ മുന്നോട്ടാണ് കറങ്ങുന്നത്, പിന്നോട്ടല്ല. സമയമാവിനി ചലിച്ചു പോകുന്നത് മുന്നോട്ടാ. അച്ഛനോട് നിക്കാരം പോലതല്ല. എന്റെ വ്യക്തിത്വത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ മറുപടി കൊണ്ട് ഞാൻ പ്രതിരോധിക്കണ്ടേ? ഒരു കോടതി നൽകാറില്ല. ഇത് പൊറുക്കാനും പൊരുത്തപ്പെടാനും ഈ കുടുംബത്തിൽ കഴിയില്ല. ഇവ നിന്റെ ഭാര്യ അംഗീകരിക്കാൻ ഞങ്ങൾക്കാവില്ല. ഇവിടെ ആക്കും. അതുകൊണ്ട് ഇനി ഒരു നിമിഷം വൈകാതികളുമായി ഇറങ്ങണം. ബുദ്ധിമുട്ടാച്ച, ഞാൻ വിവാഹം ചെയ്ത പെണ്ണിനെ ജാതി മുന്നിലാക്കാൻ ശ്രമിച്ചാൽ പോകരുത്. ഞങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾക്കാനുള്ള പ്രാപ്തിയുണ്ട്. ആരുടെയും അവസാനമില്ലാതെ ആഘോഷമായി ജീവിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ മാറുന്ന കാലത്തെ മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ ശങ്കരൻ തമ്മിയുടെ മകനാണെങ്കിൽ ഞാൻ വിവാഹം ചെയ്ത പെണ്ണുമായി ഇവിടെ ജീവിക്കും. പോലും മുന്നിൽ ഒഴിവാക്കാം. സാധിക്കുമോ? ഉന്നത കാലഘട്ടത്തിൽ തിക്കാതെ പറയുന്നു. ജന്മം തന്നതും വളർത്തിയതും എന്തിനും പോകുന്നവരാക്കിയതും എന്നെ വിളിക്കാനല്ല. ഈ അശ്ലീലവുമായി നീ ജീവിക്ക്. എനിക്ക് പറ്റില്ല. ഞാൻ ഇറങ്ങി തരാം. ഇങ്ങോട്ട് വരേണ്ട 100 തവണ ഞാൻ പറഞ്ഞത്. നിന്നെ അംഗീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം ജാതിയാണെങ്കിൽ അത് വെറുതെ കഴിയില്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം അവർ ചിന്തിക്കുന്നില്ല. ഈ കാരണത്താൽ ഇവിടെ നിറങ്ങേണ്ടി ഒന്നും അറിയില്ല. എന്റെ ഭാര്യയായി നീ ഇവിടെ ജീവിച്ചാൽ ആകാശം വിളിഞ്ഞു വീഴുന്നെങ്കിൽ വീഴ്ച. ഈ വീട് നീ താഴേക്ക് പോകുന്നെങ്കിൽ പോകട്ടെ. ഈ കുടുംബത്തിന്റെ മാറി വീഴുന്നു പാതാളത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ പുതിയ കാലത്ത് ജാതി പറഞ്ഞ് വീം വിളക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ സംഭവിക്കും. കാലമാണെന്ന് മനസ്സിലാക്കാൻ വിളിക്കാനുള്ള അർഹതയില്ല നിനക്ക്. ഈ അശ്ലീലത്തിന്റെ കൈ പിടിച്ചടങ്ങുന്നുണ്ടോ നീ? ശാലിനിയേക്കാൾ സ്ത്രീകളോടാണ് ഇവരൊന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് വന്നേ ഞാൻ വിവാഹം ചെയ്തത്. ശബ്ദം ഉണ്ടാക്കുന്നത് ഇങ്ങനെ വ്യക്തിയെ താമസിപ്പിക്കാൻ പാടില്ലെന്നുള്ളത് ഞങ്ങൾ കുടുംബക്കാരുടെ എന്താണ് നിങ്ങൾ അയോഗ്യത? ഞാൻ പറയാൻ അറിയില്ല നിനക്ക്. ഈ വർദ്ധങ്ങളെയൊക്കെ പുറമറിക്കാൻ നമ്മൾ നിർത്താറുള്ളൂ. കെട്ടിലമ്മയെ വാഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. കെട്ടിലമ്മയെ വാഴാനല്ല, രാമുവിന്റെ ഭാര്യയെ ജീവിക്കാനല്ല വന്നത്. തത്വമസിയുടെ പൊരുൾ അറിഞ്ഞവളാണ് ഞാൻ. വിരാട് പുരുഷന്റെ വായിൽ നിന്നും ഭാവങ്ങളിൽ നിന്നും കാലിൽ നിന്നും എന്തിന് അരുതാത്തടത്ത് നിന്ന് പോലും പരമ്പരമുണ്ടായി എന്ന് പാടി നടക്കുന്നവരുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിക്കാൻ തന്റെ ഇടമുള്ളവർ. അധ്വാനിച്ചും വെയിൽ കൊണ്ടും കറുത്തുപോയ തൊലി ആക്ഷേപത്തിന്റെ ചിഹ്നമായത് എങ്ങനെയാ? വെയിൽ കൊള്ളാത്ത, വിയർക്കാത്ത, തൊലി വെളുത്തവരെ തിരുമേനി എന്ന് ആദ്യം വിളിച്ചത് ആരാ? ഞങ്ങൾ. രാപകലില്ലാതെ ചെളിയിൽ കിടന്ന് വിയർപ്പൊഴിക്കാൻ അരിക്കാടി തിരുമേനിക്ക് അമൃതേറ്റം തിരിച്ച വ്യവസ്ഥയുടെ പരിണതിയാ. കൃഷി ചെയ്യാൻ തരിശുപുരത്തിന്റെ ഹെക്ടർ കണക്കിൽ പാടകൾ. ഒരു സംവരണത്തിന്റെ പിൻബലത്തിലല്ല, ഞാൻ പഠിച്ച ബുദ്ധി കൊണ്ട് നേടിയതാ എന്റെ ജോലി. സ്നേഹവും ആത്മാർത്ഥയും കൊണ്ട് നേടിയതാണ് ഈ നിൽക്കുന്ന ജീവിതത്തെ, ഈ ആനന്ദത്തിന്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നത്. ഇറങ്ങാൻ പറഞ്ഞാൽ ഈ നിമിഷമാണ്, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. പ്രസംഗിക്കാൻ അറിയാവുന്ന ധിക്കാരിയെ തന്നെയാ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇറങ്ങണം. ഇറങ്ങില്ല മുത്തശ്ശി, ഞാൻ നിങ്ങളുടെ പേരക്കിടാവാം. കോമള, ഞാൻ മരിച്ച ഇവ കർമ്മം ചെയ്യരുത്. നമ്മൾ ഇറങ്ങുന്നു.
അതെ, ഞാൻ അദ്ദേഹത്തിന്റെ അളിയന. 108 വിളിക്കുന്നത്. ശങ്കരൻ തമ്പിയുടെ കാല് ഒരു അപകടത്തിൽപ്പെട്ടത്. ക്രോധഹൃദയങ്ങളെ ശരവേഗ വഴികളിൽ കാൽവഴുതി വീഴുന്നു നിങ്ങൾ. ക്രോധഹൃദയങ്ങളെ ശരവേഗ വഴികളിൽ കാൽവഴുതി വീഴുന്നു നിങ്ങൾ. അപരന്റെ വേദനയറിയാത്ത യാത്രകൾ മധ്യാഹ്നമായിരുന്നു. ജാതിതം അതിരുകൾക്കപ്പുറത്തല്ലയും ജന്മത്തിൻ കർമ്മകാണ്ഡം, ഹൃദയധർമ്മത്തിൻ ധ്യാനകാണ്ഡം. ശങ്കരൻ തമ്പി, രാംദാസ്, നകുലൻ നമ്പൂതിരിയും തോമസും, അതിരിങ്കൽ സുഭാഷ്, കോമ്പളം തമ്പിയും അശോകനും, ഷാജി സൂര്യകാന്തി, രാമു, അനിൽ കൃഷ്ണ, കേശവനും പിയൂണും, ഉടമലക്കൽ മോഹൻ, ദേവകി മുത്തശ്ശിയും സൂപ്രണ്ട് റോസലിനും, രമാദേവി, അളകനന്ദ, ദീപ. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര, ഗാനരചന രാജീവ് ആലിങ്കൽ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ, രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. പാടിയവർ ജോസാഗർ, ശുഭ രഘുനാഥ്, അനിൽ മത്തായി, അഭിലാഷ് രാമ. റെക്കോർഡിംഗ് റജി ശ്രീരാമ ഡിജിറ്റൽസ് കരുനാഗപ്പള്ളി. പ്രകാശവിന്യാസം രാജേഷ് കുമാർ പേരു. പശ്ചാത്തല സംഗീത നിയന്ത്രണം ഷിബു അഞ്ചാലമൂട്. ശബ്ദവും വെളിച്ചവും അസീസി. പരസ്യകല കബീർ സൈൻ. ഓഫീസ് നിർവഹണം നിത്യ. രംഗമൊരുക്കുന്നവർ അനിൽ കോരാണിയും മോഹനും. സാങ്കേതിക സഹായം ഹെൻറി ഫെർണാണ്ടസ്. സാരഥി മോഹൻ. സഹസംവിധാനം അമ്പലപ്പുഴ ശ്രീകുമാർ. നിർമ്മാണ നിർവഹണം റവറൻ ഫാദർ ആൽബർട്ട് കപ്പൂച്ചി. നാടക സംവിധാനം വക്കം ഷക്കീർ. അന്വേഷണങ്ങൾക്ക് സെക്രട്ടറി കൊല്ലം അസീസി, തില്ലേരി, കൊല്ലം 1 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. മൊബൈൽ ഫോൺ നമ്പർ 9999575572. മറ്റൊരു ഫോൺ നമ്പർ 9447506209. എല്ലാ അംഗീകൃത ഏജൻസികളിൽ നിന്നും ഞങ്ങളുടെ നാടകം ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നാടകം തുടരും. എന്നാൽ നിങ്ങളെയൊക്കെ കണക്കൂട്ടിൽ തെറ്റിക്കൊണ്ടാണ് പുള്ളി എന്ന് വരുന്നത്. മനസ്സിലായില്ലേ? 4 മാസത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആയി വരികയാണ്. എന്റെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ അല്ലെങ്കിൽ മരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹിച്ചെന്നല്ല, അങ്ങനെ ഏതാണ്ട് ഉറപ്പിച്ചു നിങ്ങൾ. നിങ്ങളൊക്കെ ഈ വീട് ഇട്ടാൻ ഞങ്ങൾ പോയി. കഴിഞ്ഞ 4 മാസമായി ഈ വീട് കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഞാൻ മാത്രമാണ്. വീട് ഞാനെന്താ വീടില്ലാത്തയാളാ? അല്ലെങ്കിലും സ്വന്തം വീട് നമുക്കൊരു അവകാശമാണല്ലോ. എടാ, അവനും അവളും കൂടി ഇവിടെ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെ താമസിക്കാൻ വെക്കും? അതുകൊണ്ടല്ലേ അമ്മ പോലും അമ്മയുടെ വീട്ടിൽ പോയി വീട്ടിൽ താമസിക്കുന്നു. ഞാൻ ഒരു സത്യം പറയട്ടെ, നിങ്ങളെക്കാൾ ഒക്കെ ഡീസന്റ് ആ പെൺകൊച്ചാണ്. പിന്നെ അതെങ്ങനെ നായ്ക്ക് നല്ല അറിയാം. നിങ്ങൾക്കത് അറിയാൻ പാടില്ലാത്ത എന്റെ കുഴപ്പം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പർക്ക് ബോധം തെളിയുന്നവരെയും സംസാരിക്കുന്നവരെയും പോലീസുകാർക്ക് സംശയമുണ്ടായി. ആരെങ്കിലും മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണോ? ജാതി പറഞ്ഞേക്ക് ആകെ പ്രശ്നമാക്കി വെച്ചിരിക്കുകയല്ലായിരുന്നു. അന്ന് മരുന്നടിച്ചോണ്ട് ആ വണ്ടി എടുത്തോണ്ട് പോയെന്ന് അവർക്ക് അറിയത്തില്ലേ?
പറഞ്ഞാൽ നിസ്സാരമാണ്. പിന്നെ അപകടം നടന്നപ്പോ ഓടി വരികയും ചത്തുപോകത്തില്ലെന്ന് ഉറപ്പായപ്പോ നിരാശയോടെ മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ആ സ്നേഹമുള്ള സഹോദരങ്ങൾ കിളവിയാൽ ഇനി അനിയത്തിയുടെ വീട്ടിൽ തന്നെ താമസമാക്കൂ. അമ്മ ഇന്ന് എത്തും. ഈ പുല്ലിനെ അവർക്കും മടുത്തു. ഇതുപോലെ കുഴിച്ചുറുമ്പ് പിടിച്ച ഒരു ജന്തുവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നാശമൊന്നും ഉടനെ ചാകുന്ന ലക്ഷണമില്ല. പറഞ്ഞ തീർന്നില്ല. പഠിക്കുക നകുലനാണെങ്കിൽ നല്ലത് പറയാൻ മടിയില്ല. അയ്യോ അങ്ങനെ പറയരുത്. അമ്മ ഈ വീടിന്റെ വിളക്കാണെന്നും 4 മാസമായി അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ വീടിന് തെളിച്ചക്കുറവുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇത് എന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് കോമലയം എന്താണോ എന്ന് കേട്ടതേ ഉള്ളു. എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ മോനെ ഉപേക്ഷിക്കാൻ നോക്കുമോ? അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഞാൻ എവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്നോ പറയും. ഞാൻ പറയുമ്പോ നീ പൂരിപ്പിക്കണ്ട. അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഞാൻ എവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ എന്റെ മോൻ എന്ന് വിചാരിക്കും. പൂരിപ്പിച്ച ശരിയായോ? അടുക്കളയിലോട്ട് പോകാൻ നിങ്ങളാ പറഞ്ഞത്. അടുക്കളയിലോട്ട് പോകാൻ ചെക്കൻ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കും. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഇവരെ കണ്ടെയ്നറോ ടിപ്പറോ ഒന്നും വന്നില്ലായിരുന്നോ? അല്ല എത്രയോ പാവങ്ങൾ അങ്ങനെ കൊലയുന്നു. അവനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ ആരാണോ ഒപ്പമുള്ളത്? രാമുണ്ട്. അവൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും മോന്റെ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. അത് എന്റെ ജീവിതത്തിൽ ഇനിയാണ് എന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇതുവരെ ആശുപത്രിയിൽ മെഡിക്കൽ കെയറും നേഴ്സിംഗ് കെയറുമായി കഴിഞ്ഞു. അവിടെ ഇവിടേക്ക് എത്തുന്ന ആളുകൾ ആരും നോക്കും? അമ്മ ആലോചിച്ചിട്ടുണ്ടോ? ഇയാൾ എന്താണോ ഈ പറയുന്നത്? ആള് മാത്രം ഇല്ലാത്ത കുടുംബമാണോ നമ്മുടേത്? അപകടം അറിഞ്ഞപ്പോ ആയിരങ്ങൾ ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിക്കാര് ജനബാഹുല്യം കൊണ്ട് സന്ദർശകരെ നിയന്ത്രിക്കുകയായിരുന്നു. സന്ദർശനം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അറിയുന്നത്? ഒന്ന് നടക്കാനോ തന്നെ ഒന്ന് നിവർത്തിക്കാനോ ആവാത്ത അവസ്ഥയിൽ കഴിയുന്ന രോഗിക്ക് പൂർണ്ണ സമയ പരിചരണം നൽകാൻ ആരുണ്ട് ഇവിടെ? നോക്കണ്ട, അവിടെല്ലാം റെഡിയാ. പരിചരിക്കാൻ നമുക്കൊരു ഹോം നേഴ്സിനെ തരപ്പെടുത്തിയാലോ? അത് കൊള്ളാം. എനിക്ക് ഒരു നേരം നോക്കാം. അതൊക്കെ വലിയ റിസ്ക് ആണെന്ന്. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത അവസരം വിളിച്ച് നിർത്തിയാൽ ആണുങ്ങളെ കയ്യും കലാശം കാണിച്ച് പ്രശ്നമുണ്ടാക്കും. അറിയാൻ എന്നെ ഉദ്ദേശിച്ച് അത് പറഞ്ഞതെങ്കിൽ സത്യമായി ഞാൻ ഗ്യാരണ്ടി തരാം. കല്യാണം കഴിച്ച വിലാസിനിയെ നേരെ കയ്യും കലാശവും കാണിച്ചിരുന്നെങ്കിൽ ഇവരുടെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരുമായിരുന്നു. നിന്നല്ലടാ അതിനെ കാണാൻ വരുന്ന ആളുകളില്ല. പിന്നെ അല്ലവ മോഷണവും ആൾക്കാരെ തട്ടിക്കളയാൻ പോലും അത്രയും മടിക്കില്ല. പിന്നെ നമ്മൾ അവരെ നോക്കാൻ ആളുന്നു എന്തിന്? അതുകൊണ്ട് ഹോം നേഴ്സിന്റെ പ്രശ്നം ആലോചിക്കേണ്ട. നമ്മുടെ കുടുംബത്തിന് പിന്നെ ചീത്തപ്പേരുണ്ടാവും. ഇത്രയും ബുദ്ധിയും വിവേകമുള്ള ഒരാളിന്റെ മുഖത്ത് നോക്കിയാ നിരുപമ കൊളുന്താനേന്ന് വിളിച്ചത്. അപകടം നടന്ന 5-ാം ദിവസം ഈ ഉമ്മറത്ത് വെച്ച് അമ്മച്ചയാണ് കൊളുന്താനെന്ന് വിളിച്ചത്. ഞാൻ ഡീസന്റ് ആയോട് ആരോട് പറഞ്ഞില്ല. എന്റെ മോൻ അങ്ങനെ വിളിക്കില്ല. അവളെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടുന്ന് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി നടത്തുവാണോ പഠിപ്പിക്കാൻ? നിങ്ങളെ മോനാണോ അങ്ങനെ വിളിക്കുക? ഇതേ പറ്റി വഴക്കുണ്ടാക്കണ്ട. പുള്ളിയാണ് സഹിച്ചത്. അങ്ങനെ ഗൗരവമുള്ള കാര്യം ഞാൻ ഗൗരവമുള്ള കാര്യം പറഞ്ഞത്. ഈ വീട്ടിലെ പെൺപാർട്ടി ഒത്തിരി കൂടുതലാണ്. ആണുങ്ങൾക്ക് ഒരു വിലയില്ല. ഒന്നും മിണ്ടാതിരിക്കണ. ശങ്കരൻ തമ്പിയെ അമ്മയ്ക്ക് നോക്കാൻ അമ്മയുടെ മുട്ടിന് മുറിഞ്ഞ് ആവശ്യത്തിന് പറ്റിക്കൊള്ളു. അല്ല ആ നീർക്കോളുണ്ട്. പിന്നെ ആവശ്യത്തിന് അഹങ്കാരം. അതുകൊണ്ട് അത് കാണാം. എന്നൊക്കെ നോക്കാൻ അല്ലെ 2 മണി ശരിയാണെങ്കിൽ ഞാൻ പറ്റിക്കൊള്ളു. രസം വെക്കുന്നത് പോലെ സാമ്പാർ വെക്കുന്നത് പോലെ ഒന്നുമല്ല ഒരു രോഗിയെ നോക്കുന്നത്. ഉപ്പ് നോക്കാനും തൊട്ട് നോക്കാനും വളരെ എളുപ്പമാണല്ലോ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ആലോചിക്കേണ്ട കാര്യമായത്. പഴയതുപോലല്ല. ഒരുമാതിരിപ്പെട്ട ബന്ധുക്കൾക്കൊക്കെ ഇവിടെ വരാൻ അറപ്പാ. അതെന്താ ഇവിടെ ആരാണ്ട് മാതാരവും പിടിച്ച് കിടക്കുക? ഒരു മകനുണ്ടല്ലോ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു മാനക്കേടിനെ വിവാഹം കഴിച്ചിവിടെ താമസിച്ചിരിക്കല്ലേ? അവൻ നോക്കൂ, ഇവനൊക്കെ എന്ത് കടപ്പാടാ? തിരിച്ചറിവായ കാലം മുതൽ ബോധ്യപ്പെടുത്തിയ ഒരു സത്യത്തെ അംഗീകരിക്കാതെ ഈ കുടുംബത്തിന്റെ മാനം തകർത്തവന് അച്ഛനോടല്ല ഈശ്വരനോട് പറയും കടപ്പാട് കാണില്ല. ബന്ധുക്കൾ ആരെങ്കിലും ആയാ നന്ന്. അവർക്കാവുമ്പോ നമ്മുടെ അവസ്ഥ ഈ വീടിന്റെ പാരമ്പര്യം ഒക്കെ അറിയാൻ കഴിയും. അത്രയ്ക്ക് ഗതികെട്ട
മോറെ. നമ്മൾ ഇതിലുണ്ട്. ഇയാളൊന്ന് വിളിച്ച് സംസാരിക്കുക. നകുലം വന്നേ. തമ്പിയുടെ മുറിയൊക്കെ ഒന്ന് ഒരുക്കിയിടണം. അതെന്താ തമ്പയുടെ ആദ്യ യാത്രയാണ്. ഹലോ, ഗൗരിയല്ലേ? ഇത് ഞാനാ കോമളെ. അതെ അതെ, അല്ലെങ്കിൽ എന്നെ ഡിസ്ചാർജ് ചെയ്യും. ഞാൻ വിളിച്ചതേ എന്റെ അമ്മായി അമ്മ ഒരു സർവന്റിനെ അന്വേഷിക്കുന്നു വീട്ടിലേക്ക്. നകുലനുണ്ട്, അയാൾ അടുക്കളല്ലേ തമ്പിയെ നോക്കാൻ. അങ്ങയുടെ മലമൂത്ര കുസൃതികളൊക്കെ എടുക്കാൻ ഒഴിവ് നോക്കിയപ്പോ നിങ്ങൾ ഏതാണ്ടോ ഗൗരി ഒരു ഗതിയില്ല നിൽക്കുക, എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ വരുമെന്ന്. ധരിക്കാൻ പുതിയ മരുമോളും ഉണ്ടാവും. എനിക്കത് കേട്ടാ മതി. വിളിക്കുമ്പോ 10 പറഞ്ഞേക്കണം. ഞങ്ങളുടെ മാനക്കേടിന് ദൈവം തമ്പിക്ക് നൽകിയ ശിക്ഷയാണ്. ശുദ്ധികലസം നടത്തി അച്ഛൻ തറവാടിന്റെ പെരുമ നാട്ടുകാരെ അറിയിച്ചപ്പോ മകൻ ചൂരിമുട്ടി ഞങ്ങളെ മുഖത്തടിച്ചു. വിടില്ല കോമൻ, പരമാവധി കളിപ്പിക്കും ഞാൻ. എന്റെ മകളുടെ കണ്ണുനീരിന് പകരം ചോദിക്കും ഞാൻ. അവരെ കണ്ടില്ലല്ലോ കോമള. മരുന്ന് വാങ്ങിയ ബില്ല് സെറ്റിലേക്ക് വേണ്ട അമ്മേ, അതായിരിക്കും താമസിക്കുന്നത്. എന്താ ഗൗരിയ അമ്മ സംസാരിക്കും. ഹലോ, ഞാനാണ്. വേറെ ആരെയെങ്കിലും അന്വേഷിക്കണം. അതെന്ത് പറഞ്ഞു? എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളാ. ഇങ്ങനെയുള്ള അപകടഘട്ടത്തിലാ ആളൊരുത്തൻ ഭാര്യയുടെ വില അറിയുന്നത്. പുത്തേഴത്തെ സരസ്വതി ആയാലോ? പണ്ട് ശങ്കരന് കല്യാണം ആലോചിച്ചതുമാ. സാമ്പത്തികം കുറവായതുകൊണ്ട് നമ്മോട് വേണ്ടെന്ന് വെച്ചെന്നേ ഉള്ളൂ. ഒന്നും കൂട്ടി വെച്ച സമ്പാദ്യം എല്ലാം കൊണ്ട് ആശുപത്രി കൊടുത്തന്നെ. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അനുഭവപ്പെടുന്ന കാര്യമൊന്നും അല്ലല്ലോ. എനിക്കും അഭിപ്രായം പറയാം. സരസ്വതി ഒറ്റയ്ക്കാ. അവളോടൊന്ന് ചോദിച്ചാലോ? എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ഒത്തനെ പിടിച്ച് വീണ്ടും പെണ്ണ് കെട്ടിക്കാൻ കെട്ടിക്കാനല്ലടാ പോത്തെ. പരിചരിക്കാൻ പഴയ ഒരു താല്പര്യം ഉള്ളിലുള്ളത് കൊണ്ട് അവള് സമ്മതിക്കാതിരിക്കില്ല. 2-3 തവണ അവനെ കാണാൻ ആശുപത്രി വന്നിരുന്നു. ശരിയാ, വന്നപ്പോഴൊക്കെ ഞാനും നിരുമലും കൂടെ വീട്ടിൽ കൊണ്ട് വിട്ടത്. നകുല, തമ്പി വരുമ്പോ എന്താ കഴിക്കാൻ കൊടുക്കുക? എന്താ കൊടുക്കേണ്ടത് അമ്മ പറഞ്ഞാ മതി. കുറച്ചു ദിവസത്തേക്ക് കട്ടി ആഹാരം ഒന്നും കൊടുക്കണ്ട. അയ്യോ, അത് ഈട്ടിത്തടി ഇട്ട് വിടാനും ചാപ്പാട് ഉണ്ടാക്കുന്നില്ല. എന്റെ അലമാരിയിൽ ഓർച്ചിരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരുന്നോ. ഈ തള്ള വന്നാ പിന്നെ ഇവരെ വാലെ തോന്നിയാ നടക്കണം. ഇവരെന്റെ പോകെ കണ്ടേ നടക്കുന്നുള്ളതാണ് തോന്നുന്നത്. സരസ്വതി. ഹലോ സരസ്വതി, കല്യാണാലോചിക്ക് വിളിച്ചതാ. ഞാനാണ് കോമളൻ. ദീപകളുടെ ഹസ്ബൻഡ്. ഇയാളുടെ മനഃശാപത്തിന്റെ വിലയേറിയ എന്റെ അളിയ ശങ്കരൻ തമ്പി എന്നൊക്കെ പറയാം. എന്നാലും സത്യമൊന്നുമില്ല. തന്റെ ജീവിതത്തിൽ പറ്റിനേക്കാൾ വലുതാ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്ത് ചെയ്യാം, വിധി. ഇപ്പൊ ഒരു വേക്കൻസി ഒത്തു വന്നിട്ടുണ്ടോ തനിക്ക് ശങ്കരൻ തമ്പിയെ പരിചരിക്കാൻ? ഐഡിയ അമ്മയുടേതാ. അമ്മ വരുന്നുണ്ട്, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. സംസാരിക്കാം. സരസ്വതി ഹലോ, ഞാനാരി അമ്മായി. എന്റെ മോനെ ഞാൻ നോക്കും, എനിക്കാവുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അമ്മയുടെ കാര്യത്തിൽ ഞാൻ നിയമവും വ്യക്തമായി തീരുമാനമെടുത്തിരിക്കുക. എന്തിനാ ആ
ഇതൊന്നും ആരുടെ കുഴപ്പം കൊണ്ടല്ല അമ്മേ, ഇവിടുത്തെ സാഹചര്യങ്ങൾ അതാ. തറവാട്ടിൽ അതിനകത്ത് സംഭവിച്ചാൽ മക്കളെ, കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരസ്പരം കൂടാതെ നിനക്ക് ജീവിക്കാനാവില്ല. ആരാ എന്റെ കുഞ്ഞിനെ നോക്കുക? 75 വയസ്സുള്ള അമ്മയ്ക്ക് കഴിയൂ. ജോലി ഉപേക്ഷിച്ച് രാമു കൊടുക്കും. അഥവാ അവൻ വേറെ തന്നെ അവരോട് പറയുന്ന മര്യാദ. അച്ഛന്റെ കാഴ്ച വിട്ട് തല്ലി ഉടച്ച് കളയേണ്ടതാണോ അവന്റെ കാര്യം? പിന്നെ അമ്മയുടെ കാര്യം താരം നോക്കിക്കണ്ട. അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം. അളിയന്റെ കാര്യത്തിൽ ഞാൻ വ്യക്തമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനുള്ള അവകാശം എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. ഇങ്ങനെ ആരുമില്ലാത്ത രോഗികളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. 24 hours മെഡിക്കൽ കെയർ കിട്ടുന്ന സ്ഥലം. മൊത്തം കോടീശ്വരന്മാരായ അനാഥരാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം കെയറിംഗ് ഒക്കെ കിട്ടും. പിന്നെ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. എന്നാലും നിയമം വിളിച്ച് പറഞ്ഞ് ഉറപ്പാക്കിയിട്ടുണ്ട്. തീരുമാനം അളിയൻ പറയാം. നിങ്ങൾ അച്ഛനന്മാരും കൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി. അമ്മയ്ക്കാവുമോ മക്കളെ? ചിലരെയൊക്കെ വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ അല്ലേ പത്രാസം കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞു നോക്കി. ഗതികെടുപ്പോ മറ്റുള്ളവർ പറയുന്നതനുസരിക്കല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കേട്ടിട്ട് കോമളം വന്നാൽ നല്ലതാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. മക്കൾ തീരുമാനിക്കുക. എന്നോട് പ്രതിഷേധിച്ച് അച്ഛൻ മരണത്തിന്റെ വായിലേക്ക് സ്വയം ഓടി കയറിയതാണോ? അച്ഛന് ബോധം വീട് കിട്ടിയ നിമിഷം മുതൽ ഈ ചോദ്യം എന്റെ മനസ്സിൽ കിടന്ന് വല്ലാതെ പിക്കുകൂട്ടുന്നു. അങ്ങനെയായിരുന്നു അച്ഛാ, അറിയില്ല. വല്ലാതെ തോറ്റപ്പോ എന്റെ എന്റെ ബോഡി ആയിരണമെന്ന് ജീവിതം ചാടി കിടക്കാൻ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. ഇപ്പൊ ആരും നോക്കാനില്ലാതെ വിധി എന്നെ ഈ ഉമ്മർ ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛന് വേണ്ടി അത് ഉപേക്ഷിക്കാൻ നമുക്ക് ആവാം. വേണ്ട മക്കളെ, അച്ഛന്റെ വയ്യാഴികയുടെ വീൽചെയർന്തി കളയേണ്ടതല്ല നിന്റെ ജീവിതം. എന്റെ ജീവിതം അത് ഞാൻ ജീവിച്ചു തീർത്തോളാം. കോമളം പറഞ്ഞത് നല്ലതാണെന്ന് അച്ഛൻ തോന്നുന്നു. രോഗവും വാർദ്ധക്യവും ഒക്കെ വളരെ മുന്നേ കാലത്തിന്റെ കയ്യിൽ നിന്ന് ഇറന്നു വാങ്ങിയവനല്ലേ ഞാൻ. അനുഭവിച്ചിടത്തോളം തീരുമാനം അങ്ങനെ ആയ സ്ഥിതിക്ക് എന്തിനാ വൈകിക്കുന്നു? വിളിച്ചു പറഞ്ഞാൽ ഉടനെ അവർ വണ്ടിയെ വൈകും. വൈദ്യസഹായങ്ങളും പരിചരണമൊക്കെ ആയി അതിൽ അവിടെ തന്നെ കഴിയുന്നതാണ് എല്ലാവർക്കും നല്ലത്. ക്ഷമിക്കണം, പറയാതെ ഞാൻ റിട്ടേൺ ചെയ്തു. എന്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു. ശമ്പളം കിട്ടുന്ന ആ ജോലി നീ എന്റെ ഭർത്താവിന്റെ അച്ഛനെ നോക്കാൻ പരിചരിക്കാൻ. നമുക്ക് കിട്ടുന്ന കോടികളേക്കാൾ വലുതല്ലേ രാമ ഈ അച്ഛൻ. സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും ഈ വീൽചെയറിനെയും രോഗത്തെയും അച്ഛൻ തോൽപ്പിക്കുമെന്നും നമുക്കത് പരീക്ഷിക്കാം. അച്ഛാ, രാമന്റെ ഭാര്യയല്ലേ, തൊട്ടാൽ അസുഖമാവില്ല. പരിചയിക്കാൻ എനിക്ക് അവകാശമുണ്ട്. സ്നേഹത്തിന് പരിചരണത്തിന് വർണ്ണം ഒരു തടസ്സമാകില്ല അച്ഛൻ. എന്റെ പൊന്നു മോളെ,
ആദിത്യ ഹൃദയം മോഹിച്ചു പണ്ടേ നവരത്ന കൂമ്പാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലി കരിമുകിൽ കൂടാരം ആദിത്യ ഹൃദയം മോഹിച്ചു പണ്ടേ നവരത്ന കൂമ്പാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലി കരിമുകിൽ കൂടാരം കൊതിച്ചതല്ലേലും വിധിച്ചതു സ്നേഹത്തിൽ കുന്നോളം സൗഭാഗ്യം കൊതിച്ചതല്ലേലും വിധിച്ചതു സ്നേഹത്തിൽ കുന്നോളം സൗഭാഗ്യം ഇത് കളവറ്റ കാരുണ്യം ഏറെ അളവറ്റ കാരുണ്യം ഇത്തിരി പോന്നൊരു മിന്നാമിനുങ്ങി പത്തരമാറ്റിൻ പ്രഭാതം ഇത്തിരി പോന്നൊരു മിന്നാമിനുങ്ങി പത്തരമാറ്റിൻ പ്രഭാതം ജാതി തോറ്റന്ന തീരും പ്രഭാതം കറുപ്പിന്റെ ഉള്ളിൽ നിറഞ്ഞത് വൈഡൂര്യരാഗപ്രകാശം പുതുയാറ്റുവിലപ്പുഴ ഭൂപാതം ഏറെയാറ്റുനോട്ടെത്തിയ വാസന്തം ഇന്നത്തതും തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിനു സായുജ്യം ഇന്നത്തതും തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിനു സായുജ്യം ജാതി ചൊല്ലാത്ത കാറ്റിന്റെ ശരീരം തനി പൊന്നെന്നറിയുമ്പോ കണ്ണീർ നിലാവിന സായുജ്യം ജാതി ചൊല്ലാത്ത കാറ്റിന്റെ ശരീരം ഒത്തുകൂടാത്തൊരു ചേരിലെ പൂവിന്റെ കൈനിട്ടമാണീ സൗലഭ്യം ഇത് മതമെന്ന മഞ്ഞൊരു ഹേമന്തം തീരമധുരത്തിൽ ചാരിച്ച ശ്രീരാഗം ആദിത്യ ഹൃദയം മോഹിച്ചു പന്നി നവരത്ന കൂമ്പാരം താഴത്തു നിന്നും പൊങ്ങി നെല്ലി കരിമുകിൽ കൂടാരം നിങ്ങളെല്ലാം കൂടെ കൂടി അനാഥാലയത്തിൽ കൂടെ തള്ളാൻ പോയതാണ്. 4 മാസത്തെ ശ്രദ്ധയും പരിചരണവും കൊണ്ട് അവൾ അങ്ങനെ നടത്തി.
അതൊക്കെ വൈദ്യശാസ്ത്രത്തിന്റെ ഓരോ കഴിവാണ്. വൈദ്യശാസ്ത്രമല്ല, എന്ത് ശാസ്ത്രം? എന്നാലും സമ്മതിച്ചു കൊടുക്കരുത്. ആ കൊച്ചു ജോലി രാജിവെച്ചിട്ട് വന്ന് തമ്പിയെ ഏറ്റെടുത്തില്ലെന്ന് എന്താ അതിനെ സ്ഥിതി? രാമു അവളെ കെട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പുകില്? മലപ്പുറം കത്തി, കായംകുളം മാൾ, കത്തി ചെറിയ നമിട്ട്. എന്നിട്ടിപ്പോ എന്തായി? അമ്മേ, ഇപ്പൊ എല്ലാം ചൈനീസ് പടക്കം. തീയുമില്ല, പുകയുമില്ല, കാണാനും ചന്തം, അപകടവും ഇല്ല. നിരുപമയുടെ മോളെ കിട്ടിയിരുന്നെങ്കിലോ? അതൊക്കെ ഓരോ തലവരെയാണ്. അവരവനെ കൊണ്ടുപോയി ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ജോലി മേടിച്ചു കൊടുത്ത് അവിടെ താമസിപ്പിച്ചേനെ. തമ്പിയനെ രോഗികൾക്കും അനാഥർക്കും ഉള്ള ഏതെങ്കിലും നേഴ്സറി ചേർത്തേനെ. പിന്നെ അമ്മ വിദേശത്ത് കൊണ്ടുപോയി ഏതെങ്കിലും കാഴ്ചകളായി കൊടുത്തേനെ. അവിടുത്തെ ജീവികളില്ലല്ലോ. ഏതായാലും ആ കീച്ചാതിക്കാരി ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഏത് നേരവും നമ്പൂരി നമ്പൂരി എന്ന് പറഞ്ഞ് നടന്നവൻ ഇപ്പൊ പറയുന്നത് ജാതിയില്ലെന്നാണോ? ജാതി ഉണ്ടമ്മേ, നമ്മുടെ പറമ്പിൽ വഞ്ചാറക്കൂട്. അതൊരു മരത്തിന്റെ പേരാണ്. അല്ലാതെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന പോളിന്റെ പേരല്ല. നെറ്റി തുറന്ന് ചങ്ങനക്കുറിയുടെ പേരുമല്ല. ജോനാവ് പറമ്പിൽ ഔസേപ്പ് മാപ്പിളയുടെ കഴുത്തേ കിടക്കുന്ന കൊന്തയുടെയോ പുരുഷന്റെയോ പേരുമല്ല. മാലയ്ക്കല് ഇബ്രാഹിം തലയെ കമത്തുന്ന തൊപ്പിയുടെ പേരുമല്ല. അത് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പേരാണ്, പെരുമാറ്റത്തിന്റെ പേരാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നല്ലോടാ. അപ്പൊ ബുദ്ധിയോടെ സംസാരിക്കാനും നിനക്കറിയാം. ഇത് ബുദ്ധിയല്ലേ, ഒരു സത്യമാണ്. ചേമ്പുന്നാളിനകത്ത് തേങ്ങയും പച്ചമുളകും ചുമന്നുള്ളിയൊക്കെ ചതച്ചിട്ട് ഞാൻ ഒരു തോരനുണ്ടാക്കി തരത്തില്ലയോ? അതുണ്ടാക്കാൻ ബുദ്ധി വേണം. നേരത്തെ പറഞ്ഞത് പറയാനേ, രാജാവിന് ഉടുമുണ്ടില്ലെന്ന് പറഞ്ഞ ബുദ്ധിയുടെ മനസ്സ് മതി. അവര് കാണാനാണോ പോയത്? അല്ല, നടന്ന പിന്നെ ആരാടാ? തമ്പിയെ കെട്ടവരൊന്ന് ഉറപ്പായപ്പോ പോയതാ. ഇതിന്റെ ഇപ്പോഴാ വരുന്നത്. അല്ലെങ്കിൽ വരത്തില്ലെന്നറിയാം. ഈ സാധനത്തേക്ക് ഒരു പരിധിക്കപ്പുറം താങ്ങാനൊക്കാത്തതുകൊണ്ടാ അവർ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അമ്മ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് വരാതിരിക്കാതെ പോ. ഈ പഴയ വില്ലറക്കാരിയല്ല കേട്ടോ, ഭയങ്കര ഭാഗ്യമതി. അതുകൊണ്ടല്ലേ ഇത്ര മരുമകളൊക്കെ കിട്ടുന്നത്. അമ്മ, നിങ്ങളുടെ ജർമ്മനിയിൽ ആരാണെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ട കാര്യം അമ്മയ്ക്ക് എങ്ങനെ അറിയാം? എടാ, അവിടെ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയും. പരിതാപകരം വന്നോ? അമ്മയെ കൊണ്ടുപോയി അവിടേക്ക് ഒന്ന് കാണിക്കാം. അതിനുള്ള വിസയിൽ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂക്കി പഞ്ഞു വെച്ച് വീട്ടിൽ അവിടെ കിടന്നാ മതിയെന്ന്. അമ്മയെ നിരുപമായ ചില സുപ്രധാന കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. ഏതായാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അളിയന് പ്രത്യേകിച്ച് ഒരു തീരുമാനമില്ലല്ലോ. നിനക്ക് അടുക്കളയെ പണിയൊന്നുമില്ല. ഓർമ്മ ചെയ്ത് നിർത്തിട്ടിരിക്കാൻ ഞാൻ. അമ്മയെ ശാലിനിയുടെ വിവാഹം ഞങ്ങൾ തീരുമാനിച്ചു. നല്ല കുടുംബമാണോ മക്കളെ? ജാതക പോലത്തൊക്കെ നോക്കിയോ? ചെറുക്കൻ ജർമ്മനിയിൽ തന്നെ. സായിപ്പാണോ? അവർക്ക് ഇഷ്ടപ്പെട്ടു. നിരുപയുടെ അഭിപ്രായം അത് തന്നെ. അളിയന് പിന്നെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ ആണാ നല്ലത്. കക്കൂസി കയറിയിട്ട് വേപ്പറത്ത് പിടിക്കുന്ന സായിപ്പാ. കൊച്ചന്റെ പേരെന്തുവാ മക്കളെ? അഗസ്റ്റസ്. ഓഹോ, ആകത്തിൽ ജനിച്ചത് കൊണ്ടാണ് നെയ്യിൽ ജനിക്കാൻ വേണ്ടി കോമളിൽ ഇടേണ്ടി വന്നേനെ. അളിയനെവിടെ? അവൻ അച്ഛനും മോളും കൂടി അമ്പലത്തിൽ പോയിരിക്കുക. മോളോ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ലേ? അളകാനന്ദ ബന്ധുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു അളിയൻ അവിടെയും എഴുന്നേറ്റ് വെച്ചിട്ട് നടക്കുന്നതായി. എല്ലാരും എഴുതി തള്ളി അവനൊരു ജീവിതം കൊടുത്തതവളാ. നന്നായി. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത. 8 മാസങ്ങൾക്ക് ശേഷം അച്ഛൻ ആദ്യമായി ജോലിക്ക് പോകുന്ന ദിവസമാണ്. അളിയൻ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലായി അല്ലേ? ഈ വിസ അത്ര പെട്ടെന്നൊന്നും ഈശ്വരൻ ക്ലോസ് ചെയ്യത്തില്ല. നന്നായി. അളിയൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിൽ സന്തോഷമില്ല. പിന്നെ രാമു, അമ്മയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകും. അതിനുള്ള പേപ്പേഴ്സ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബസ്വത്ത് അളിയനും നിയമയ്ക്കും തുല്യ അവകാശത്തിലാണ്. അതായത് ഈക്വൽ ഷെയർ. അത് ഞങ്ങളുടെ ഷെയർ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു.
തനിയെ നടന്ന ക്ഷേത്രത്തിലൊക്കെ പോകാറായി അല്ലേ? എന്റെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളുടെയും ക്രെഡിറ്റ് ഈ മോക്കാറോ ഇവളെന്റെ ഭാഗ്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് നിങ്ങൾ അച്ഛന്റെ മകന്റെ ഭാഗ്യം. അതുകൊണ്ട് തന്നെ നിയമവകാശപ്പെട്ട സ്വത്തുക്കൾ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചു. മോള് വിവാഹം കഴിച്ച് അവിടെ സെറ്റിൽ ആകുമ്പോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ പിന്നെ എവിടേക്കേണ്ട കാര്യമെന്താ? ഒരക്കാര്യം മാന്യമായി വിലകാലം സംഭവിച്ചിട്ടുണ്ട്. അവർക്കത് റിസോർട്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് ജോലിക്ക് ചോദിച്ചാൽ തീരുമാനിച്ചതല്ലേ, ഇനി വൈകണ്ട വന്നേ. സാഹചര്യങ്ങൾ അങ്ങനെ ആയത് ഞങ്ങൾ കുഴപ്പമില്ലാണോ? നൂറ്റാണ്ടുകളുടെ പഴമയും പാരമ്പര്യമുള്ള ഈ തറവാട് അതിനോട് വികാരം അവകാശമാണ് മക്കളെ. വിൽക്കുന്നത് വിഷമാണെങ്കിൽ കാര്യം ചെയ്യാം. അളിയന്റെ പകുതി അവകാശം ഞങ്ങൾക്ക് എഴുതി തരട്ടെ. വെറുതെ വേണ്ട, നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പേര് കൊടുക്കാം. എങ്ങനെ ഇതൊന്നും എന്റെ അഭിപ്രായമല്ല, നിയമയുടെ അഭിപ്രായം. ഇത്രയും കാലം അമ്മയോ ഒരു അവകാശവും ചോദിക്കാതെ ഞങ്ങളായിട്ട് ഇനി എന്തിന് അവകാശം കാണിക്കണം? ഇത്രയുമൊക്കെ ചതിച്ചിട്ടും മാനം കെടുത്തിയിട്ടും ഇതുവരെ ശ്രമിച്ചാൽ പോലെ ഇനിയൊരു തീരുമാനം ഉണ്ടാകും. ഇന്നൊക്കെ 20-ാം പക്കം അമ്മയും കൂട്ടി മടങ്ങില്ല. അതിനു മുമ്പ് ഒന്നുകിൽ വിൽക്കും, അല്ലെങ്കിൽ കാശ് വാങ്ങി നിങ്ങൾ ഉണ്ടാകണം. അമ്മാവനൊരു കാര്യം പറയാതിരിക്കും. നിങ്ങളെയൊക്കെ സ്വപ്നങ്ങൾ തകർത്തതിന് മാപ്പ് ചോദിക്കാൻ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം, സംസ്കാരം അത് നൂറ്റാണ്ടുകളുടെ പഴക്കമോ ജാതിയുടെ അഹങ്കാരമോ പറഞ്ഞ് നിലനിർത്തുന്നതല്ല. പണ്ട് ക്ഷേത്രപ്രവേശനം ആവശ്യപ്പെട്ട് സമരം ചെയ്ത മാന്യദേഹം ആദ്യം ചെയ്തെന്നു സ്വന്തം കുടുംബക്ഷേത്രം സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് അവരോടൊപ്പം നിന്ന് തൊഴുതു മാത്രം കഴിക്കരുത്. കേട്ടുള്ള ക്ഷേത്രം നിങ്ങളുടെ അവകാശത്തിന്റെ പേരിൽ ഞാൻ തരും. ആര് പറയുന്നതിനേക്കാളും 1 രൂപ കൂടുതൽ ഈ വീട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് സ്വന്തമാക്കാനല്ല, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു വിളക്ക് വെച്ച് കാത്തിരിക്കും. മുത്തശ്ശി എന്ന് പറയുന്നു, ഞാൻ ഈ മോളുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കട്ടെ. അതെന്താണ് കുഴപ്പം? ഇദ്ദേഹം പാർത്ത് മണിയിൽ തത്വാനിച്ച് പഠിപ്പിച്ചു വളർത്തിയ മോള് ബാങ്കുകളിലെടുത്തും വ്യാപാരം പറയപ്പെടുത്തിയ മോളെ പഠിപ്പിച്ചത്. പ്രതിവർഷം 2 കോടി രൂപ ശമ്പളം പറഞ്ഞ് കരാറപ്പെട്ട ജോലിയാണ് എനിക്ക് വേണ്ടി മോൾ ഉപേക്ഷിച്ചത്. ഇന്നും ഈ മനുഷ്യൻ അധ്വാനിച്ച ആ ലോൺ അടയ്ക്കുന്നു. ഇവളെന്റെ വീഴ്ചയുടെ കരം പിടിച്ചപ്പോ, എന്റെ വൈയായികയുടെ ഭാരം താങ്ങിയപ്പോ ഞാൻ സ്നേഹത്തിന്റെ വിലയെന്തെന്നറിഞ്ഞു. ജന്മം കൊടുത്ത മകളെക്കാളും പെട്ടെന്നേക്കാളും കരുതലും കാരുണ്യവും കൊണ്ട് എന്റെ ജീവന് കാവൽ നിന്നു ഈ മോള്. ഇവളെന്റെ ഭാഗ്യമാണോ? ഞാൻ ഈ ജന്മത്തെ പരിചയപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ജാതി അതിവളാണ്. ജാതി ഒരു സംസ്കാരമാണ്, പെരുമാറ്റമാണ്, സ്നേഹമാണ്. ഞാൻ ജർമ്മനിക്കൊന്നും വരുന്നില്ല. അതെന്താ മുത്തശ്ശി, സരദാശമേ ഉള്ളൂ. അച്ഛാ, ഇന്ന് ചാന്തെടുക്കുന്ന സാക്ഷികളാകാൻ പത്രക്കാരനെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കിറങ്ങാം. അന്ന് ഗംഗാചരം തെളിച്ചപ്പോ അത് ചാണകവെള്ളമാണെന്ന് റിപ്പോർട്ട് ചെയ്ത പത്രക്കാരുടെ മുന്നിലേക്ക് ഞാനേറെ മാനസിക സംഘർഷം അനുഭവിച്ചപ്പെടുന്നത് ഒരു വഴി തിരിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്ന പത്രക്കാരുടെ മുന്നിലേക്കല്ലേ പോകാം. ഈ മകൾ വലം നെഞ്ചിച്ച് അധ്വാനിച്ച് പഠിപ്പിച്ച് സ്നേഹവും സംസ്കാരവും മകളാക്കി വളർത്തിയ ഈ അച്ഛനോടൊപ്പം ഞാൻ ഓഫീസിലേക്ക് പോകും. ഞാൻ കണ്ടെത്തിയ സംസ്കാരത്തിന്റെ ശുദ്ധികലശങ്ങൾ ഇവിടാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അതിനാർക്കും സാക്ഷികളാകാം, പങ്കാളിയാകാം. നമ്മൾ കാലത്ത് മുന്നോട്ട് നയിക്കേണ്ടവരാണ്, ചരിത്രത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ. പോകാമല്ലേ? എന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുന്നോടിയാണ് ഇത്. സ്നേഹമരം പൂവണിഞ്ഞേ, പല നിറത്തിൽ പൂവിറങ്ങി, പൂക്കളെല്ലാം ഒത്തുചേർന്നൊരു നിറമായി എന്തൊരു
വെളിച്ചം മതമൊന്ന് ജാതിയൊന്ന് ജാതകമൊന്നേ നെഞ്ചിനക പത്തായത്തിൽ 10 നിറപ്പൊന്നേ കൊല്ലം അസീസിയുടെ നന്ദി ഒരിക്കൽ കൂടി.